ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഈ CP-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ മനോഹരമായിട്ടുള്ള ഒരു മെഡിറ്റേഷനാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഏകദേശം 50-ൽ കൂടുതൽ ആൾക്കാരാണ് മെഡിറ്റേഷൻ സമയത്ത് ഉണ്ടാവാറുള്ളത്. ഇനി ബാക്കി ഒരു 40 ആൾക്കാർ വരാൻ കിടക്കുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ആരെങ്കിലും ടീം മെമ്പേഴ്സ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരൊന്ന് ഇൻവൈറ്റ് ചെയ്യുക. ഇന്ന് റിക്വസ്റ്റ് ആണ്, ഇന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാ ആൾക്കാരും പറ്റുവാണെങ്കിൽ ഒന്ന് അടുത്തിരുന്ന് തന്നെ ഇത് കേൾക്കാൻ ശ്രമിക്കുക. കാരണം പല ആൾക്കാരും തിരക്കായിരിക്കും, രാവിലത്തെ പോകുന്ന തിരക്കുണ്ടാവും. എങ്കിലും കുറച്ചെങ്കിലും ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. ഇടയ്ക്കൊന്ന് മെസ്സേജിലൂടെ റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ആക്ച്വലി ഇന്ന് സെഷൻ ചെയ്യുന്നത് നമ്മളെ ഒരു ഈ ബിസിനസ്സിൽ വന്നിരിക്കുന്ന എല്ലാവരും ഒരു വരുമാനം ആഗ്രഹിച്ച് വന്നിരിക്കുന്ന ആൾക്കാരാണ്. എങ്ങനെയാണ് നമുക്കിതിൽ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക? പല ആൾക്കാരും ഇതിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്, വളരെ സീരിയസ് ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. 100% വിശ്വാസമുള്ള ആൾക്കാരാണ് ഇപ്പോഴും വെസ്റ്റേജിലുള്ളത്. അല്ല, 100% വെസ്റ്റേജ് കമ്പനിയെ വിശ്വാസമുണ്ട്, പ്രൊഡക്റ്റിൽ വിശ്വാസമുണ്ട്, ടീമിൽ വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഈ ബാക്കിയുള്ള എല്ലാ ആൾക്കാരും, ഈ ഇരിക്കുന്ന മീറ്റിംഗ് പങ്കെടുക്കുന്ന ആൾക്കാർ എല്ലാവരും ഇതിൽ നിലനിന്ന് പോകുന്നത്. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് റിസൾട്ട് വരാതെ ഒരു അവസ്ഥയിലാണ്. റിസൾട്ട് വരുന്നുണ്ടാവില്ല, അതിനനുസരിച്ചുള്ള വരുമാനത്തിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ടാവില്ല. നമ്മൾ സ്ഥിരമായിട്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് വീട്ടിൽ നിന്നും നെഗറ്റീവ് യൂസ് ചെയ്യുന്നുണ്ടാവും. മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് അതിനുള്ള വരുമാനം വരുന്നുണ്ടല്ലോ എന്ന്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ എത്രത്തോളം ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്, ഒരു ബിസിനസ് മൈൻഡ് സെറ്റിലേക്ക് വരാറുണ്ടോ എന്ന് ചിന്തിക്കുക. കാരണം നിങ്ങളൊരു ജോലി ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ആത്മാർത്ഥത നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ കാണിക്കാറുണ്ടോ എന്നൊക്കെ ചിന്തിച്ച് നോക്കാറുണ്ടോ? ഇന്നിപ്പം ഇതിൽ പല ആൾക്കാരും ഈ സെഷൻ കഴിഞ്ഞ ഉടനെ ജോലിക്ക് പോകുന്ന ആൾക്കാരായിരിക്കും. അല്ല, 8 മണിക്കോ അല്ലെങ്കിൽ 7 മണിക്കോ ജോലിക്ക് കയറേണ്ട ആൾക്കാരായിരിക്കും. 8 മണിക്കൊക്കെ ജോലിക്ക് കയറണമെങ്കിൽ ബസ്സിന് പോകുന്ന ആൾക്കാരുണ്ടാവും. ഇന്നലെ ഇത്ര മണിയിൽ 8 മണിന്റെ ബസ്, അല്ല 6:30 7 മണിന്റെ ബസ്സിന് പോകുന്ന ആൾക്കാരുണ്ടാവും. ആ ബസ്സിന്റെ ടൈം 1 മിനിറ്റ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമുണ്ടാവില്ല. കറക്റ്റ് സമയത്ത് ബസ് അവിടെ വരുന്നത് നമുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഓടി പിടിച്ച് നമ്മൾ ആ ബസ് സ്റ്റോപ്പിൽ എത്താറുണ്ട്. കാരണം ഇല്ലെങ്കിൽ ബസ് മിസ്സാവും. ആ ഒരു ബസ് മിസ്സായി കഴിഞ്ഞാൽ ജോലി സ്ഥലത്ത് എത്താൻ ലേറ്റ് ആവും. അവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കേൾക്കും, പ്രശ്നങ്ങളുണ്ടാവും, നമുക്ക് നന്നായിട്ട് അറിയാം. അതെന്തുകൊണ്ടാണ്? വേറെ ഓപ്ഷൻ ഇല്ലാതെ കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അതേപോലെ ആരെങ്കിലും ഈ ബിസിനസ്സിൽ പ്രയോറിറ്റി കൊടുത്തു നോക്കിയിട്ടുണ്ടോ? ഇത്ര സമയം ഞാൻ വെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. നമ്മളെ വീട്ടു ജോലി അതിന് മുന്നേ തീർത്ത് റെഡിയായി, അല്ലെങ്കിൽ നമ്മളെ മറ്റു ചെയ്യുന്ന കാര്യങ്ങൾ, വീട്ടിൽ വേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ജെൻസാവും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അത് ഇതിനെ സമയത്ത് മുന്നേ തീർത്ത് ആ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുക എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ചെയ്തു നോക്കി, 100% നമുക്കവിടെ റിസൾട്ട് വരുന്നുണ്ടോ? ഇതിൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ നവംബർ മാസം 1-ാം തീയതി മുതൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇന്ന് 30-ആയി. ഈ അടുത്ത മാസം ബിസിനസ് മാസം നിങ്ങൾക്ക് എല്ലാവർക്കും, ഈ ഇരിക്കുന്ന 63 പേരുണ്ട്, ബാക്കി കുറേ ആൾക്കാർ നിങ്ങൾ കൂടെ ഉണ്ടാവും. നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട കുറച്ച് ഇമ്പോർട്ടൻസ് കാര്യം ഞാൻ ആദ്യം എപ്പോഴും പറയുന്ന, ബിസിനസ്സിൽ വരുമ്പോൾ പറയുന്ന പോലെ നമുക്ക് ആവശ്യമുള്ള സാധനം വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അല്ലെ, എല്ലാവരോടും ഈ കാര്യം എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ എളുപ്പമുള്ളതാണ്. നമുക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങിച്ച് ഉപയോഗിച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആരും നിർബന്ധിക്കുന്നൊന്നുമില്ല. ആ ഒരു ഇത് തന്നെ നമ്മൾ എപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കരുത്. ഇന്ന് ഒരു സോപ്പ് ഒരു പേസ്റ്റും വാങ്ങിച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾ എന്ന നിലയിൽ നിൽക്കാതെ, ആ കമ്പനിയിലെ പ്രൊഡക്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട് ഓക്കെയാണ് എങ്കിൽ നമ്മൾ ബിസിനസ് മൈൻഡ് സെറ്റിലേക്ക് ഇറങ്ങി വരണം. ബിസിനസ് മൈൻഡ് സെറ്റിലേക്ക് വരിക എന്നുള്ളത് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ഓൾറെഡി ഒരു കൺസിസ്റ്റൻസി, ഇപ്പം നല്ല 150 കൂടുതൽ ആൾക്കാർ, നമ്മൾ കൺസിസ്റ്റൻസി ചെയ്യുന്ന ആൾക്കാർ, സ്ഥിരമായിട്ട് കൺസിസ്റ്റൻസിയുടെ ഭാഗമായി മാറുന്ന ആൾക്കാരുണ്ട്. 100 BV ആൾക്കാർ ലിസ്റ്റ് മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ. 60 BV ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആ 100 BV കൺസിസ്റ്റൻസി ചെയ്യുന്ന ആൾക്കാർ, നിങ്ങൾ ഇനി ഒരു നവംബർ മാസം മുതൽ ഒരു ടാർഗറ്റ് നമ്മൾ എല്ലാവരും വയ്ക്കുക. ഒരു ഗോൾ സെറ്റ് ചെയ്യുക, ചെറിയൊരു ഗോൾ സെറ്റ്, വലിയ ഗോൾ സെറ്റ് അല്ല. ഇത്ര ഒരു ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കണം, ഇതൊക്കെ നമ്മൾ സ്വപ്നങ്ങളുണ്ടാവും, അതൊക്കെ എഴുതി വെക്കുന്നുണ്ടാവും. അല്ല, നിങ്ങൾക്ക് ഈ മെസ്സേജിലൂടെ എന്തൊക്കെ നേടണം നിങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ടോ? സ്വപ്നങ്ങളൊക്കെ എഴുതി വെക്കണം. ഒരുപാട് സെഷനിൽ ഒരുപാട് ലീഡേഴ്സ് പരിചയപ്പെടുത്തുന്നത് പറഞ്ഞു തന്നിട്ടുണ്ടോ?
ഇവിടെ നിങ്ങൾ ഈ ഒരു നവംബർ മാസം, ഇന്നിപ്പം 30-ആണ്, ഒക്ടോബർ 30-ആണ്, നവംബർ മാസം നിങ്ങൾ ചെയ്യേണ്ട ഒരു ടാർഗറ്റ്, നിങ്ങൾക്കൊരു ഗോൾ ഉണ്ടായിരിക്കണം. ആ ഗോൾ സെറ്റ് ചെയ്ത് വർക്ക് ചെയ്യും എല്ലാവരും കേട്ടോ, എല്ലാവരും ചെയ്യണം. ഇവിടെ ഇരിക്കുന്ന മടിയായി നിൽക്കില്ല, എല്ലാവരും റിക്വസ്റ്റ് ആണ്. നിങ്ങൾ ആ ഗോൾ സെറ്റ് ചെയ്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ, ആ ഗോൾ സെറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അത് നേടാൻ സാധിക്കും. നിങ്ങൾക്ക് ഗോൾ ഉണ്ടായിരിക്കണം. ഈ ഒരു മാസം, നവംബർ മാസം അവസാനം എന്തായിരിക്കണം നിങ്ങളുടെ ഗോള്? ഒരു 24 മണിക്കൂർ ഗോൾ സെറ്റ് ചെയ്യുക. 24 മണിക്കൂർ എന്ന് വെച്ചാൽ ഇന്ന് മോർണിംഗ് CP കഴിഞ്ഞ് അടുത്ത നാളത്തെ മോർണിംഗ് CPക്കുള്ളിൽ ഒരു ചെറിയൊരു ഗോള്, അല്ല നാളെ ഇന്ന സ്ഥലത്ത് പോകണം എന്ന് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും അവിടെ പോകും. അല്ല, ഉറപ്പാണ്. നിങ്ങൾ നാളെ രാവിലെ ഇത്ര സമയത്ത് വീട്ടിൽ ഒരാൾ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഉറപ്പാണ് അയാൾ വരുന്നുണ്ടോ, നമ്മളുടെ അതിന് സജ്ജമായി നമ്മൾ നിൽക്കുന്നുണ്ടോ. അതേപോലെ തന്നെ നാളെ ഈ ഒരു മോർണിംഗ് CPയുടെ ഭാഗം ആ സമയത്ത് മുന്നേ ഇന്നൊരു കാര്യം ചെയ്തു വെക്കാം എന്നുള്ള ഗോൾ സെറ്റ് ചെയ്ത് വെക്കാം. ആ ഗോൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ 30 ദിവസം കൊണ്ട് ഒരു വലിയൊരു ഗോൾ നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നുണ്ടോ. 24 മണിക്കൂർ ഗോൾ സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു 300 PV സർക്കിൾ ഗോൾ നമ്മൾ സെറ്റ് ചെയ്യുക. 300 PV പോയിന്റ്, 300 പോയിന്റിന്റെ സർക്കിൾ നമ്മൾ ക്രിയേഷൻ ചെയ്യാം. വേണമെങ്കിൽ അവസാനം ഒരു 5 മിനിറ്റ് അതിനെക്കുറിച്ച് ഞാൻ സംശയം വേണമെങ്കിൽ നിങ്ങളോട് ചോദിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ആക്ച്വലി ഹൈദരാബാദ് ടീം ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കുന്ന ടീമിന്റെ 500 PV സർക്കിളാണ് അവർ ചെയ്യുന്നത്. 500 PVയുടെ സർക്കിൾ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ 500 PV വാങ്ങിക്കാനല്ല കേട്ടോ. ഞാൻ അതിനെ ഒന്നുകൂടി ഷോർട്ട് ആക്കിയിട്ട് നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിലേക്ക് പോയാൽ, സിനീഷെ വെറുതെ ലൈക്ക് അടിക്കാതെ ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. സിനീഷ്, ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക. ലൈക്ക് അടിക്കുന്ന ആളോട് ഞാൻ ചോദിക്കും എന്താണ് കാര്യം, ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കട്ടോ. നമ്മൾ മെസ്സേജസോ എല്ലാം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, നമ്മൾ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക, അതുപോലെ ആക്ഷൻ നമ്മൾ ചെയ്യുക കേട്ടോ. 300 PV സർക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സിൽ ഒരു ടാർഗറ്റ് ഉണ്ടാവണം. 300 PV സർക്കിൾ എവരി മന്ത് നിങ്ങൾ ക്രിയേഷൻ ചെയ്യുക. 500 PV സർക്കിളാണ് എല്ലാ ലീഡേഴ്സും പറയുന്നെങ്കിൽ ഞാനത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ചുരുക്കി തരികയാണ്. കാരണം വലിയ ടാർഗറ്റ് ആകുമ്പോൾ എടുക്കാൻ പൊങ്ങാനോ വരുന്ന സമയത്ത് നമ്മൾ വേറെ ആളുടെ സഹായം ആഗ്രഹിക്കില്ല. അതുപോലെ ഇത് 300 PV ആകുമ്പോൾ എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന ഒരു ടാർഗറ്റാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ആരും 300 PV ചെയ്യാനല്ല കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു 300 PV സർക്കിൾ ക്രിയേഷൻ ചെയ്യുക എല്ലാ മാസം, എവറി മന്ത്, ഓരോ ലീഡേഴ്സും. എന്താണ് 300 PV സർക്കിൾ എന്നായിരിക്കും നിങ്ങൾ മനസ്സിലുണ്ടാവില്ല. നമ്മളെല്ലാവരും ഈ ഈ ബിസിനസ്സിലുള്ള ഈ 67 പേരും ബിസിനസ് സീരിയസ് ആണോ? വളരെ സീരിയസ് ആണെങ്കിൽ നമ്മളെല്ലാവരും ആ ചെയ്യുന്ന കമ്മിറ്റഡ് എന്താണ്? 100 PV കൺസിസ്റ്റൻസി നമ്മൾ സെൽഫ് ചെയ്യുന്നു എവരി മന്ത്. ഒരു 30 ദിവസം നിങ്ങൾ 30 ദിവസം നമ്മളുടെ 3 നേരം പ്രസന്റേഷനിലേക്ക് ഒരാളെങ്കിലും പ്ലാനിലേക്ക് കയറ്റുക എന്നുള്ള ഒരൊറ്റ തീരുമാനം എടുക്കുക. അത് 300 PV സർക്കിളിൻ്റെ അല്ല ഞാനത് പറയുന്നത്, അതിൻ്റെ ആക്ഷൻ ഭാഗമാണ്. ഒരു വ്യക്തിയെങ്കിലും പ്ലാനിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു തീരുമാനം നിങ്ങളുടെ ഗോൾ സെറ്റിൽ 24 മണിക്കൂർ ഗോൾ സെറ്റിൽ ഉണ്ടായിരിക്കണം. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പ്രസന്റേഷനിലേക്ക് പ്ലാനിലേക്ക് ആൾക്കാരെ കടത്തി വിട്ട് കഴിഞ്ഞാൽ അവർ ലാസ്റ്റ് വരെ ഇരിക്കുവാണെങ്കിൽ, ഇന്ന് എനിക്ക് എല്ലാ ലീഡേഴ്സും മെസ്സേജ് അയക്കുന്നത് പ്രസന്റേഷൻ കഴിഞ്ഞ ഉടനെ ആൾക്കാർ ID എടുക്കാൻ ഡീറ്റെയിൽ അയച്ചു തരാം, വേറെ ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. ആ ലെവലിലുള്ള പ്രസന്റേഷൻ ഇപ്പം നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഈസി ആയിട്ട് അവരോട് എത്തിക്കാൻ സാധിക്കുവാണെങ്കിൽ, ബിസിനസ് ചെയ്യേണ്ട ആവശ്യക്കാരനാണെങ്കിൽ നമ്മളെ സൂം പ്ലാറ്റ്ഫോമിൽ എത്തിക്കഴിഞ്ഞാൽ, അത് തീർന്നു കഴിഞ്ഞാൽ അദ്ദേഹം ബിസിനസ്സിൽ ഉണ്ടാവുന്നുണ്ട്. ഏകദേശം ഒരു 90% ജോയിനിങ്ങിലേക്ക് ഇപ്പൊ പോവാണ്. എത്ര ആൾക്കാർ പ്രസന്റേഷൻ കയറുന്ന അവസാനം വരെ അവർ ഇരിക്കുന്നുണ്ട്. സെഷൻ കഴിഞ്ഞ ഉടനെ ID എടുക്കാൻ ഡീറ്റെയിൽ കൊടുക്കുന്നത്, ഇല്ലെങ്കിൽ അടുത്ത സെഷനോട് കേട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് സംശയങ്ങൾ പോലും ചോദിക്കാനുള്ള സമയം വരുന്നത് അതിനുള്ള ക്ലിയർ ആയി കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലുണ്ടാവേണ്ടത്, അത്രയും നല്ല സെഷനാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ 24 മണിക്കൂർ ഗോൾ സെറ്റിൽ ഒരാളെങ്കിലും ഇന്നത്തെ 2 മണിയുടെ സെഷൻ, ഇന്നത്തെ 2 മണിയുടെ പ്രസന്റേഷനിലേക്ക് ഈ ഇരിക്കുന്ന 69 പേരും ഒരാളെ എത്തിക്കാൻ വേണ്ടി പ്രയത്നിക്കൂടെ. ഇല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ നമുക്ക് സാധിക്കത്തില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വലിയൊരു പ്രോബ്ലം നമുക്ക് വരും ആ 2 മണിയുടെ പ്രസന്റേഷനിലേക്ക് ആൾക്കാർ എത്തിയിട്ടില്ലെങ്കിൽ എന്നൊരു തീരുമാനം നിങ്ങൾ എടുക്കാൻ ശ്രമിക്കണം. അത് നിങ്ങൾ ഒരാളോട് പറഞ്ഞാൽ അദ്ദേഹം കയറത്തില്ല. ഒരു 10 പേരെങ്കിലും സോഷ്യൽ മീഡിയ വഴി, വാട്സപ്പ് ഗ്രൂപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഏതോ ആയിക്കോട്ടെ,
ഏതെങ്കിലും ഗ്രൂപ്പ് വഴി നമ്മൾ എത്തിക്കാൻ ശ്രമിക്കുക. വാട്സപ്പിൽ അധികം കളിച്ചു കഴിഞ്ഞാൽ വാട്സപ്പ് ബ്ലോക്ക് ആവും. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഒരു പുതിയ സിം എടുത്ത് പുതിയൊരു വാട്സപ്പും കൂടി ആക്കി ബിസിനസ് അക്കൗണ്ട് കൂടെ ഒരേ മൊബൈലിൽ 2 വാട്സപ്പ് ഉപയോഗിക്കാൻ പറ്റും. വാട്സപ്പ് ബിസിനസ് അക്കൗണ്ട് ഉപയോഗിക്കാൻ പറ്റും. അത് ആക്കിയിട്ട് നിങ്ങളത് ഷെയർ ചെയ്തിട്ടെങ്കിലും നിങ്ങളുടെ ഒരു കമ്മിറ്റഡാണ് ഈ ഒരു 30 ദിവസം നവംബർ 1 മുതൽ കേരള പിറവി ദിവസം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. ഡിസംബർ ആവുന്ന സമയം ഡിസംബർ 1-ാം തീയതി ആവുമ്പോഴേക്കും, എന്ന് വെച്ചാൽ നവംബർ 30 ആവുമ്പോഴേക്കും നിങ്ങളൊരു 30 വ്യക്തിയെങ്കിലും പ്ലാനിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കാം. അത് നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യണം. 30 പ്ലാനെങ്കിലും നിങ്ങളത് ഈ ഒരു നവംബർ മാസം കാണിക്കാൻ ശ്രമിക്കും. ഇപ്പം നാളെ അൻസാർ ഭായി ഉദ്ദേശിക്കുകയാണ്, നാളെ ഒരാളെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കും. ഇന്ന് 2 മണിന്റെ പ്ലാനിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ വിഷമം ഉണ്ടാവും. വൈകുന്നേരം ആകുമ്പോൾ ഉറങ്ങുന്ന സമയത്ത് കഷ്ടമായി പോയത് ഇന്ന് ഒരാളെ കൊണ്ടുവരാൻ സാധിച്ചില്ലല്ലോ. വാശിയിൽ നാളെ എന്തെങ്കിലും ആ ഒന്നിന് പകരം 2 ഞാൻ കൊണ്ടുവരും. ചിലപ്പോൾ ആ വാശിക്ക് അടുത്ത നാളെ 2 വരെ 3 വന്നിട്ടുണ്ടാവും. ഒന്ന് അടുത്ത ആഴ്ച അതിൻ്റെ അപ്പുറത്തെ ദിവസം ഒരാൾ മിസ്സായി കഴിഞ്ഞാൽ കവറായി. നമ്മുടെ ലക്ഷ്യം ഡെയിലി ഒരു വ്യക്തിയും കൊണ്ടുവരിക. മാസം അവസാനം ആകുമ്പോഴേക്കും 30 വ്യക്തിയെങ്കിലും പ്ലാൻ കാണിച്ച് 30 വ്യക്തിയും പ്ലാൻ കാണിച്ച് ഐഡിയ എടുക്കണം നിർബന്ധമൊന്നുമില്ല. എങ്കിലും ഒരു 50 ജോയിനിങ് റേഷ്യോ നോക്കുക. 15 പേരെങ്കിലും ജോയിനിങ് ആയെങ്കിൽ അതിൻ്റെ ഒരു 50%, ഒരു 7-8 പേരെങ്കിലും സീരിയസ് ആവൂലേ. 30 പേരെ പ്ലാൻ കാണിക്കുകയാണെങ്കിൽ നിങ്ങളൊരു 50-60 അതിൽ കൂടുതൽ ആൾക്കാരോട് ഈ ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യേണ്ടി വരും, എന്നാലേ സൂമിലേക്ക് വരത്തുള്ളൂ. എന്നാലും അതൊരു 15 പേർ, എനിക്ക് തോന്നുന്നു 30 പേര് സൂമിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഒരു 20 പേരെങ്കിലും ഐഡിയ എടുക്കാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ പ്രസന്റേഷൻ അങ്ങനത്തെ പ്രസന്റേഷൻ നടന്നുകൊണ്ടിരിക്കും. നിങ്ങളത് ശ്രമിക്കണം. നവംബർ മാസം അവസാനമാകുമ്പോഴേക്കും നിങ്ങളുടെ താഴെ ഒരു 10 പേരെങ്കിലും ജസ്റ്റ് നിങ്ങൾക്കൊരു മുന്നോട്ട് പോകാനുള്ള ഒരു പെട്രോൾ പോലെ നമ്മളോടൊപ്പം ഉണ്ടാവും. വണ്ടി മുന്നോട്ട് പോകാൻ പെട്രോൾ വേണമല്ലോ, അതേപോലെ നിങ്ങളോടൊപ്പം ഉണ്ടാവും കുറച്ച് ആൾക്കാർ. ചിലപ്പോൾ അവർ 1-2 ആൾക്കാർ ജോയിൻ ചെയ്യിപ്പിക്കൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ടാവും. ബിസിനസ്സിൽ ഉണ്ടാവണമെന്നില്ല, സീരിയസ് ആവണമെന്നില്ല. പക്ഷെ ഇന്ന് വരുന്ന എല്ലാ ആൾക്കാരും സീരിയസുമാണ്. എല്ലാ ആൾക്കാരും ബിസിനസ്സിലുണ്ട്, മീറ്റിങ്ങിലുണ്ട്. പണ്ടത്തെ പോലെ അല്ല. പുതിയ പുതിയ ആൾക്കാർ വരുന്നത് പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. വരുന്ന ആൾക്കാർ ലീഡർഷിപ്പിലേക്കാണ് വരുന്നത്. പണ്ടത്തെ പോലെയല്ല, വളരെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് വരുന്നത്. ഡ്രീമുള്ള ആൾക്കാരാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് അത് ചെയ്യാൻ ശ്രമിക്കുക. 300 PV സർക്കിൾ എന്ന് ഞാൻ പറഞ്ഞ കാര്യം ഒന്നും കൂടെ പറയാൻ പോവാണ്. നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത് 300 PV സർക്കിൾ പുതിയത് ക്രിയേഷൻ ചെയ്യുക എവരി മന്ത്. പുതിയത് എന്ന് വെച്ചാൽ നിങ്ങൾ ഈ പറയുന്ന 30 പേർക്കെങ്കിൽ നമ്മൾ പ്ലാൻ പറയുന്നുണ്ടെങ്കിൽ അതിൽ 10-20 പേര് ജോയിൻ ആയിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള ആളുടെ ഒന്നുകിൽ എന്തെങ്കിലും സോപ്പും പേസ്റ്റും വാങ്ങി ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ 50 PV ചെയ്ത് 60 PV ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു 100 PV സ്റ്റാർട്ട് ചെയ്ത വ്യക്തിയായിരിക്കാം. ആ വ്യക്തി നമ്മൾ പുതുതായി എല്ലാ മാസവും ഒരു 300 PV എങ്കിലും ചെയ്ത് ഒരു ഫാസ്റ്റ് ആയിട്ട് 8% ഉള്ള ആൾക്കാരാക്കി മാറ്റും. നിങ്ങളുടെ ടീമിൽ ഒരു ഫാസ്റ്റ് ആയിട്ട് 8%-നെ ക്രിയേഷൻ ചെയ്യുക. 300 PV പുതുതായിട്ട് എല്ലാ മാസവും നിങ്ങളുടെ ഓരോ ടീമിലും, ഇപ്പം നിങ്ങൾക്കൊരു 5 ടീമുണ്ടെങ്കിൽ അല്ലെങ്കിൽ 6 ടീമുണ്ടെങ്കിൽ 6 ടീമിലും ഒരു പുതിയ ഫാസ്റ്റ് ആയിട്ട് 8%-എങ്കിലും നിങ്ങൾ ക്രിയേഷൻ. 6 ടീമുണ്ടെങ്കിൽ 2 ടീമേ ഉള്ളെങ്കിൽ ആ 2 ടീമിലെങ്കിലും നിങ്ങൾ ഡയറക്റ്റ് ജോയിൻ ചെയ്യിപ്പിച്ച് എത്തിയിട്ടോ, അല്ലാതെ നിങ്ങളുടെ താഴെ ഡൗൺലൈൻസിൻ്റെ അല്ല, നിങ്ങൾ നേരിട്ട് ജോയിൻ ചെയ്യിപ്പിച്ച വ്യക്തികളെ 300 PV-യിലേക്ക് ഫാസ്റ്റ് ആയിട്ട് 8%-ലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. നിങ്ങളൊരു ഫാസ്റ്റ് ആയിട്ട് 8%-ആയി മാറുക. നിങ്ങൾ ഒരു ഡയറക്ടർ ആയിരിക്കാം, ബ്രോൺസ് ആയിരിക്കാം, സിൽവർ ആയിരിക്കാം, അല്ലെങ്കിൽ 12% എല്ലാം എനിക്കറിയാം. പക്ഷെ നിങ്ങളുടെ ടാർഗറ്റ് ആ മാസം ഒരു 300 PV പുതിയത് ക്രിയേഷൻ, ന്യൂ ക്രിയേഷൻ വരാൻ ശ്രമിക്കുക. അതൊരു ഉത്തരവാദിത്വം. സെൽഫ് PV 100 PV കൂടാതെ ഒരു 300 PV. ഒന്നുകിൽ ഒരു 3 വ്യക്തികളെ ജോയിൻ ചെയ്യിപ്പിച്ച് നിങ്ങൾ ഈ പറഞ്ഞ പ്ലാൻ കാണിച്ചു കഴിഞ്ഞാൽ 30 ദിവസം ഓരോ വ്യക്തിക്ക് പ്ലാൻ കാണിച്ചു കഴിഞ്ഞാൽ 10-20 പേരെങ്കിലും ഐഡിയ എടുക്കുന്നുണ്ടാവും. ഒരു 10 പേരെങ്കിലും സീരിയസ് ആയിട്ടുണ്ടാവും. അതിൽ കുറച്ച് ആൾക്കാരെങ്കിലും എന്തെങ്കിലും സാധനം വാങ്ങിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. കുറച്ച് ആൾക്കാർ 1-2 സോപ്പും പേസ്റ്റും വാങ്ങിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അതിൽ കുറച്ച് ആൾക്കാർ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ട് രണ്ടാമത് വാങ്ങിച്ചിട്ടുണ്ടാവും. പക്ഷേ ഒരു 300 PV എങ്കിലും പുതിയതായിട്ട് വന്ന ജോയിൻ ചെയ്ത വ്യക്തികളിൽ നിന്ന് വരാൻ വേണ്ടി ശ്രമിക്കണം. ചിലപ്പോൾ ഈ വന്നിരിക്കുന്ന ആൾക്കാർ ഐഡിയ എടുത്ത് ഐഡി കട്ടാവും വരെ കാത്തിരിക്കും, ലാസ്റ്റ് പോയി പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും. അത് മൈൻഡാക്കേണ്ട, നോ പ്രോബ്ലം. പക്ഷെ നിങ്ങളുടെ പുതിയ ജോയിനേഴ്സിന് ഒരു 300 PV നിങ്ങളുടെ ടീമിൽ ഉണ്ടായിരിക്കണം പുതുതായിട്ട് എവരി മന്ത്.
എന്ന് വെച്ചാൽ അൻസാർ ഭായിയുടെ കൂടെ അൻസാർ ഭായി വീഡിയോ ഓണാക്കുന്നുണ്ടോ ഞാൻ എപ്പോഴും വിളിക്കുന്നുട്ടോ. ആർക്കും ദേഷ്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അൻസാർ ഭായി വീഡിയോ ഓണാക്കിയിരിക്കുന്നതുകൊണ്ട് ഞാൻ വിളിക്കുന്നേ ഉള്ളൂ. അൻസാർ ഭായി ചിന്തിക്കേണ്ടത്, ഇതുവരെ ഇപ്പൊ നിങ്ങളുടെ ടീമിൽ ഒരു വോളിയം വരുന്നുണ്ട്. അൻസാർ ഭായി ഡയറക്ടർ ലെവലിൽ ഗ്രൗണ്ട് സെക്രട്ടറി പോകാൻ നിൽക്കുന്ന വ്യക്തിയാണ്. അൻസാർ ഭായിയുടെ എത്ര ടീമുണ്ടോ, ആദ്യം നിങ്ങൾ ഒരു 300 PV പുതിയത് ക്രിയേഷൻ ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന 100 PV കൂട്ടാതെ ഒരു 3 വ്യക്തികളെങ്കിലും ഈ മാസം ജോയിൻ ചെയ്യിപ്പിച്ച്, 3 വ്യക്തികൾ ഇതിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ 3 വ്യക്തികൾ അഴിയെടുത്താൽ മാത്രം 3 പേര് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവുക. അതിനുള്ള ഒരു ടീമിനെ സെറ്റ് ചെയ്തുകൊണ്ട് പുതിയതായിട്ടൊരു 3, 4, 5, 6 വ്യക്തികൾ അവരെ പർച്ചേസിങ്ങിലൂടെ 300 PV പുതിയത് കണ്ടെത്തണം. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ മാസത്തെ PV-യെക്കാളും 300 PV എക്സ്ട്രാ വരില്ലേ? കഴിഞ്ഞ മാസം എന്താണോ PV, ഇതാ ഈ മാസം ഇന്ന് 30 ആണെങ്കിൽ ഈ മാസം എന്ത് PV ആണ് ഈ മാസം വന്നത്, അതിനേക്കാളും 300 PV ന്യൂ ക്രിയേഷനായി വരുവാണ്. അൻസാർ ഭായിയുടെ ഒരു ടീം പുതിയ 2 ടീമിലോ 3 ടീമിലോ 4 ടീമിലോ ആയിട്ട് വരുന്നത് പുതിയതായിട്ടുള്ള ടീമായിരിക്കും അത്. ഇതേ സെയിം അൻസാർ ഭായിക്ക് എത്ര ടീമുണ്ടോ, ഒരു അഞ്ച് പേര് അൻസാർ ഭായിയോട് ബിസിനസ് സീരിയസ് ഉണ്ട്, 5 6 പേര് സീരിയസ് ആയിട്ട് ലീഡേഴ്സ് ടോപ്പിലുണ്ട്, അതിന് താഴെ ആൾക്കാരുണ്ട്. അൻസാർ ഭായിയുടെ കൂടെ 5 പേരോ 6 പേരോ ഉണ്ടെങ്കിൽ അവർ സീരിയസ് ആണ്, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ ഇതിനകത്തുണ്ടോ, ഈ പ്രസന്റേഷൻ കേൾക്കുന്നുണ്ടോ? ഒരുപാട് വ്യക്തികളുണ്ട്, ഞാൻ പേര് പറയുന്നില്ല. ആ വ്യക്തികൾ ഇത് ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുന്ന ആലോചിച്ച് നോക്കി. അൻസാർ ഭായിയുടെ താഴെ ഞാനാണെന്ന് വെച്ചോ, അല്ലെ സുധീർ സുലൈമാനാണ്, അല്ലെങ്കിൽ അനീഷ് അനീഫയാണ്, അല്ലെങ്കിൽ സിനിയാണ്, ഇതെല്ലാം നിങ്ങളുടെ ടീമിലെ മെമ്പേഴ്സ്, ഷാബായി നിങ്ങളുടെ ടീമിലുള്ള ആൾക്കാർ, ഇങ്ങനെ ഒരു പേരുകൾ ഞാൻ പറയുന്നേ ഉള്ളൂ. അവരിത് ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ആലോചിക്കുക, 300 PV അൻസാർ ഭായി ന്യൂ ക്രിയേഷൻ ചെയ്തു, അവരിത് ന്യൂ ക്രിയേഷൻ പോലെ 300 PV ചെയ്യുകയാണെങ്കിൽ അൻസാർ ഭായിക്ക് ഈസിയായിട്ട് അടുത്ത മാസം ടീം ബിൽഡിംഗ് ബോണസ് ബ്രോൺ സെലക്ടർ ആയിക്കൂടെ? 10,000 രൂപ വരുമാനം നിങ്ങൾക്കായില്ല അൻസാർ ഭായി. ഞാൻ പറഞ്ഞ വ്യക്തമായി മനസ്സിലാവുന്നുണ്ടോ? ഇത് ഈ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നിങ്ങൾ അത് ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുക. നമ്മളെ കൂടെ വന്ന വ്യക്തികളെ കൊണ്ടും അത് ഈ ഒരു ടാർഗറ്റ് അവർക്ക് കൊടുക്കുക. അപ്പൊ പറയും സാറല്ലേ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ടാർഗറ്റ് ഇല്ല, ബൾക്ക് അങ്ങനെയല്ലേ പറഞ്ഞില്ലേ? അതല്ല ഞാൻ ടാർഗറ്റ് പറഞ്ഞാൽ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള ടാർഗറ്റ്, നിങ്ങൾക്ക് എവിടെ എത്തണം. ആ നല്ലൊരു വരുമാനം, ഒരു 10,000 രൂപയൊക്കെ വരുമാനം ഇതിലുള്ള പുതിയ ആൾക്കാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് മൈൻഡ് കൂടും. അത് 20,000 രൂപ ആക്കാൻ പറ്റും. അത് 30,000 ആക്കാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും. അത് ഞാൻ എപ്പോഴും പറഞ്ഞു, ഒരു 5,000 രൂപ വരുമാനം വാങ്ങിക്കാൻ മാത്രമേ വെസ്റ്റീജിൽ ഏറ്റവും ടഫായിട്ടുള്ളൂ. 5,000 രൂപ വരുമാനം വാങ്ങിക്കാൻ. അതിന് മേലോട്ട് വാങ്ങിച്ച ആൾക്കാർക്ക് അത് കറക്റ്റായിട്ട് അറിയാം. 5,000 രൂപ വരുമാനം വാങ്ങിക്കാനാണ് ഇതിന് ഏറ്റവും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും. അത് കഴിഞ്ഞാൽ അതിന് മേലോട്ട് വാങ്ങിക്കാൻ അവർ സീരിയസ് ആണെങ്കിൽ വളരെ സിമ്പിളായിട്ട്, ഒരു ബുദ്ധിമുട്ടില്ല. ഭീമ ലൈക്ക് അടിച്ചിട്ടുണ്ട്. കാരണം 50,000-ന് മേലെ എത്തി, അത് 1,00,000-ത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 5,000 വാങ്ങിക്കാൻ പറ്റിയ ബുദ്ധിമുട്ടില്ല, 1,00,000 രൂപ ആക്കാൻ ഭീമൊക്കെ നന്നായിട്ട് അറിയാം. ഒന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. 5,000 രൂപ ഉണ്ടാക്കാൻ മാത്രമേ ഇതിൽ ബുദ്ധിമുട്ടുള്ളൂ. 5,000 വാങ്ങിച്ച വ്യക്തിക്ക് അത് 10,000 ആക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. എന്ന് വെച്ചാൽ അത് വാങ്ങിക്കാത്ത ആൾക്കാരുണ്ട് കേട്ടോ. അത് ഞാൻ ഈ പറയുന്ന ഈ ഒരു സിസ്റ്റത്തിലേക്ക് പോവുക. നിങ്ങൾ 500 PV സർക്കിൾ നമുക്ക് സാധിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 300 PV-യിലേക്ക് പോവുക. ഇപ്പൊ അൻസാർ ഭായിക്ക് സിമ്പിളായിട്ട് 300 PV ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ സിമ്പിളായിട്ട് സാധിക്കും, വളരെ സിമ്പിളായി സാധിക്കുവാണെങ്കിൽ വാശി വേണം, വാശി വേണം, വാശി വേണം, എന്നാലേ പറ്റത്തുള്ളൂ. അലസമായി നടന്നു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കത്തില്ല. നിങ്ങളത് വാശിയോടെ എടുക്കണം. വാശിയോടെ എടുക്കുവാണെങ്കിൽ 300 PV ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് വെച്ച് 300 5-ാം തീയതി ആകുമ്പോൾ 300 PV ആയി പരിപാടി നിർത്തി പോകാനല്ലോ. അത് 500 ആക്കാൻ വേണ്ടി ശ്രമിക്കുക, അതിൽ കൂടുതലാക്കാൻ ശ്രമിക്കുക. അത് സിമ്പിളായിട്ട് 500 PV ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം 500-ലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും. 500 PV സർക്കിൾ ഉണ്ടാക്കി എന്ന് വെച്ചാൽ ഈ സർക്കിൾ ഇനിയാണ് ഞാൻ സർക്കിളിന്റെ കാര്യം പറയുന്നത്. അൻസാർ ഭായി ചെയ്യുന്ന എന്താണ്? സെൽഫ് PV ചെയ്തത് കൂടാതെ 300 PV-യുടെ ഒരു പുതിയ ടീമിനെ ക്രിയേഷൻ ചെയ്യുന്നു. ഇത് അവരിലേക്ക് ഡ്യൂപ്ലിക്കേഷൻ ചെയ്യാം. ഇപ്പൊ എന്നെയാണ് അൻസാർ ഭായി ഒന്ന് ജോയിൻ ചെയ്യിപ്പിച്ചത്, എന്റെ വേറെ 2 പേരും ജോയിൻ ചെയ്യിപ്പിച്ചിട്ടാണ് ഈ 300 PV ആക്കിയെങ്കിൽ എന്നോട് ഇത് ഡ്യൂപ്ലിക്കേഷൻ ചെയ്ത് പഠിപ്പിക്കുക. ഇതിൽ നമുക്ക് പെട്ടെന്ന് വരുമാനം വാങ്ങിക്കാൻ ഇങ്ങനൊരു സംഭവം ഉണ്ട്. അല്ലെങ്കിൽ ഈ ചെയ്യുന്ന ഈ സെഷന്റെ റെക്കോർഡ് സെഷൻ അവരെ കേൾപ്പിക്കുക, അവരെ ഇത് ഡ്യൂപ്ലിക്കേഷൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഈ പറയുന്ന 10,000, 15,000, 20,000 രൂപ വരുമാനം നിങ്ങൾക്ക് ഈസി ആയിട്ട് വാങ്ങിക്കാൻ സാധിക്കും. 300 PV സർക്കിളിന്റെ ബെനിഫിറ്റ് അത്. 500 PV സർക്കിളാണ് എല്ലാ വിന്നിംഗ് ടീം ആൾക്കാർ ചെയ്യുന്നത്. ഞാൻ നിങ്ങൾക്കത് ആരോടും പറയണ്ട, ഞാൻ ഷോർട്ട് പകുതിയാക്കി തന്നിട്ടുണ്ട്, എളുപ്പത്തിലാക്കി തന്നെന്ന് പറയണ്ട.
വലിയ ലീഡർമാർക്കൊന്നും ഇഷ്ടമല്ല. ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ, അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്തതിനു ശേഷം വലിയതിലേക്ക് പോകാൻ പറ്റും. അതുകൊണ്ടാണ് പറഞ്ഞത് 300 PV സർക്കിൾ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ ഗ്രൂപ്പിൽ ഇട്ട് നോക്കുക. ഞാൻ ഈ മാസം 300 PV സർക്കിൾ കംപ്ലീറ്റ് ആണെന്ന് മെസ്സേജ് ഇട്ടു. ഒരാൾ ഇടുന്ന സമയത്താണ് ഇതെന്താ സംഭവം നമ്മൾ വിളിക്കുക. ഇതാണ് അയാൾ അന്ന് മീറ്റിംഗ് പറഞ്ഞ 300 PV സർക്കിൾ എന്ന്. അവർക്ക് ഒരു ആകാംക്ഷ വരും, അവരത് ചെയ്യുന്നുണ്ടോ. 300 PV സർക്കിൾ കംപ്ലീറ്റ് ആണെന്ന് ചെയ്ത് നോക്കി. 30-ാം തീയതി 30-ആയി. നാളെ 1 മുതൽ, നാളെ 1 മറ്റന്നാളെ മുതൽ, ഓക്കെ, 1-ാം തീയതി മുതൽ നമ്മളത് ചെയ്യണം. 1-ാം തീയതി മുതൽ ചെയ്യണം, 2-ാം തീയതി മുതൽ ചെയ്താൽ മതി. നമ്മളെ പുതിയ ബിസിനസ് മന്ത്രി ചെയ്താൽ മതി. അതിന് 1-ാം തീയതി 2-ാം തീയതി മുതൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇന്നോട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. പ്ലാൻ ഇന്നോട്ട് കാണിക്കുക. നാളെ മുതൽ പ്ലാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവണം. ഇന്നലെ രാത്രി 9 മണിന്റെ പ്ലാൻ 110 പേരുണ്ടായിരുന്നു. കുറച്ചുകൂടെ കഴിഞ്ഞ് 200 പേരാവും. സംശയങ്ങൾ ചോദിക്കാൻ ആൾക്കാർ ഭയങ്കരമായി മാറും. സംശയങ്ങൾ ചോദിക്കാത്ത രീതിയിലുള്ള ആൾക്കാർക്ക് സംശയങ്ങൾ ചോദിക്കണ്ട എന്ന ലെവലിലേക്ക് ആക്കി മാറ്റുന്ന സെഷൻ ഞാൻ ചെയ്തു തരുന്നുണ്ട്. അല്ല, ഇന്നലെ ഒന്നും സംശയം ചോദിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പൊ തന്നെ എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. അപ്പൊ ആ രീതിയിലേക്ക് സെഷനിലേക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ ദിവസവും പ്ലാനിലേക്ക് ആൾക്കാർ എത്തിക്കാൻ വേണ്ടിയിട്ട് പുതിയ ആൾക്കാർ, നല്ലോണം ആൾക്കാരെ കൊണ്ടുവന്നിട്ട് പഴയ ആൾക്കാർ കാണാനേ ഇല്ല പ്രസന്റേഷനിലേക്ക്. എവിടെ പോയി എന്ന് എനിക്കറിയത്തില്ല. സ്വന്തമായിട്ട് ഇൻഡിവിജ്വലായിട്ട് ഫിസിക്കൽ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പഴയ ആൾക്കാർ തീരെ കാണാനില്ല. അല്ലെങ്കിൽ റെസ്റ്റ് ആണോ, റിട്ടയർമെന്റ് ആയോ എന്ന് എനിക്കറിയത്തില്ല. എല്ലാ ആൾക്കാരും, നിങ്ങൾ ഈ കാണുന്ന 78 പേരും, ഇന്നലെയൊക്കെ 92 പേരുണ്ടായി, 98 പേരുണ്ടായി. ഇന്ന് ഞാൻ എൻ്റെ പ്രസന്റേഷൻ ആയതുകൊണ്ട് അത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇന്ന് ബാക്കിയുള്ളവർ ഉറങ്ങിപ്പോയിന്ന്, അല്ലെ. ഇന്ന് ഈ CP-യിൽ എൻ്റെ ഫോട്ടോ അടക്കം ഞാൻ ഇട്ടിരിക്കുന്നത് എല്ലാവരും വരാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അയാളതായതുകൊണ്ട് ഞാൻ ഇന്ന് കയറുന്നില്ല എന്ന് വെച്ചിട്ടാണ്. ഇന്ന് 79 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ സന്തോഷം. ഞാൻ ഈ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. 300 PV സർക്കിളിനെ ക്രിയേഷൻ ചെയ്യാൻ മനസ്സിലാവാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചോദിക്കുക. ലാസ്റ്റ് നിങ്ങൾ പുതുതായിട്ട് വന്ന് ജോയിൻ ചെയ്യിച്ച വ്യക്തിയെ, ചിലപ്പോൾ ആ വന്ന വ്യക്തി വെറും സാധാരണക്കാരനാവാം. ഒരു 500 രൂപയുടെ സാധനം, 1000 രൂപയുടെ സാധനം വാങ്ങിക്കാൻ പറ്റുന്ന വ്യക്തിയാവാം. ചിലപ്പോൾ 100 PV തന്നെ ചെയ്യാൻ പറ്റുന്ന വ്യക്തിയാക്കാം. അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റുന്ന വ്യക്തിയാവും. ഒരു കമ്പൽസറിയോ ഒരു നിർബന്ധമോ ഒരു പ്രഷറോ വേണ്ട. ഒരു 5-6 വ്യക്തിയെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടോ 10 പേർക്ക് ജോയിൻ ചെയ്യിപ്പിച്ചാലും കുഴപ്പമില്ല. നമ്മൾ ആ ഒരു ലക്ഷ്യം 300 PV ആക്കുക. ഈ മാസത്തെ എൻ്റെ 300 PV കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഒരു ടാർഗറ്റ് എത്താൻ ശ്രമിക്കുക. അത് അവസാന ദിവസം 30-ാം തീയതി പോയി ചെയ്യാനല്ല. നിങ്ങൾ 2-ാം തീയതി തൊട്ട് തന്നെ അത് നമ്മൾ എത്താൻ വേണ്ടി ശ്രമിക്കണം. അവരെ കൺസിസ്റ്റൻസിയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. 60 PV-യോ അല്ലെങ്കിൽ 100 PV-യോ കൺസിസ്റ്റൻസി. ഇപ്പം 100 PV ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം, ജോലി ഇല്ലാത്ത അല്ലെങ്കിൽ തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ, പൈസ കുറവാണെങ്കിൽ പോലും നിങ്ങൾ ആ 60 PV കൺസിസ്റ്റൻസിയിലേക്ക് എങ്കിലും എത്താൻ ശ്രമിക്കുക. 40 PV ചെയ്യുന്ന, 50 PV ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. 60 PV കൺസിസ്റ്റൻസി ചെയ്യുമ്പോൾ, അത് തുടർച്ചയായി ചെയ്യുമ്പോൾ 1250 രൂപയുടെ പ്രൊഡക്റ്റെങ്കിലും ഫ്രീ കിട്ടത്തില്ലേ? അതെങ്കിലും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എന്തെങ്കിലും ഒരു വരുമാനം അവർക്ക് ബെനിഫിറ്റ് ആക്കി കൊടുക്കുക. അങ്ങനെ ചെയ്യുക. കുറച്ച് കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്താൽ ഈ കാര്യം നിങ്ങൾക്ക് എളുപ്പമാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് 300 PV സെൽഫ് ചെയ്യാൻ സാധിക്കുന്നു. ഈ ഒരു 300 PV സർക്കിൾ ക്രിയേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സെൽഫ് ഇപ്പൊ 100 PV ചെയ്യുന്ന, ഇന്ന് ഒരുപാട് ആൾക്കാർ 100 PV ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാർ 100 PV ചെയ്യുന്നുണ്ട്. അതിന്റെ ബെനിഫിറ്റിന്റെ എല്ലാവർക്കും അറിയാം. 100 PV-യുടെ ബെനിഫിറ്റ് എത്രത്തോളം സൂപ്പറാ ബെനിഫിറ്റ് ആണെന്നുള്ളത്. നമുക്ക് എപ്പോഴെങ്കിലും അങ്ങനെ ആരും തന്നിട്ടുണ്ടോ? കൺസിസ്റ്റൻസി 100 PV ചെയ്യുമ്പോൾ ഇത്തിരി ഫ്രീ പ്രൊഡക്റ്റ് തരുന്നത്. എത്ര കുക്കിംഗ് പോലെ ആൾക്കാർ ഫ്രീ എടുക്കണം. അപ്പം നിങ്ങൾ കൺസിസ്റ്റൻസി ചെയ്യുക, 100 PV ചെയ്യുക. ഇന്ന് 100 PV ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കുക. ദയവ് ചെയ്ത് നിങ്ങൾ 4 മാസം കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം 5-ാമത്തെ മാസം ഫ്രീ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ചെയ്യരുത് കേട്ടോ. 4 മാസം കംപ്ലീറ്റ് ചെയ്ത് 5-ാമത്തെ മാസം 20-ാം തീയതി കിട്ടുന്ന ആ ഫ്രീ പ്രൊഡക്റ്റ് എടുത്ത് നിർത്താൻ ആക്കരുത്. നിങ്ങൾ 5-ാമത്തെ മാസം ആകുമ്പം പുതിയ കൺസിസ്റ്റൻസി സ്റ്റാർട്ട് ചെയ്യുക. ഫ്രീ പ്രൊഡക്റ്റിന്റെ വൗച്ചർ അവിടെ കിടക്കട്ടെ, അവിടെ കിടന്നോട്ടെ. അത് ചീത്തയായി പോകുന്നില്ല. 1 വർഷം വരെ നമുക്ക് സമയമുണ്ട്. അതവിടെ കിടന്നോട്ടെ. നിങ്ങൾ 5-ാമത്തെ മാസം പുതിയ കൺസിസ്റ്റൻസി സ്റ്റാർട്ട് ചെയ്യുക. പെട്ടെന്ന് ഒരു കസ്റ്റമർ അത്യാവശ്യം സാധനം ചോദിച്ച സമയത്ത് കയ്യിൽ ക്യാഷ് ഇല്ല എങ്കിൽ ഈ വൗച്ചർ ഉപയോഗിച്ച് അവർക്ക് സാധനം വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കും. ആ 2500 നിങ്ങൾക്ക് വാങ്ങിക്കാം. എല്ലാവരും അങ്ങനെ ചെയ്യുക. കൺസിസ്റ്റൻസി വൗച്ചർ അത്ര പെട്ടെന്ന് ഉപയോഗിക്കണം നിർബന്ധമില്ല. 1 വർഷം സമയം അവിടെ കിടന്നോട്ടെ. ഒരു 2500 സേവ് ആയിട്ട് അവിടെ കിടക്കും. ഏതെങ്കിലും ഒരു കസ്റ്റമർ എമർജൻസി സാധനം ചോദിക്കുന്ന സമയത്ത്, ക്യാഷ് ഇല്ലാതിരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതൊന്നും പർച്ചേസ് ചെയ്ത് അവർക്ക് കൊടുക്കാം. എന്നുവെച്ചാൽ അവർക്ക് ക്യാഷ് വാങ്ങിക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ
കൺസിസ്റ്റൻസി എന്നുള്ള സാധനം കണ്ടിന്യൂ തന്നെ പോവുക, 4 മാസം കഴിഞ്ഞ് നിർത്താതെ 5-ാമത്തെ മാസം തുടർന്ന് വീണ്ടും പുതിയത് സ്റ്റാർട്ട് ചെയ്യുക. ആ 4 മാസം കംപ്ലീറ്റ് ആവുമ്പോഴേക്കെങ്കിലും നിങ്ങളൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന കസ്റ്റമറെ ആ 4 മാസത്തിനകം ക്രിയേഷൻ ചെയ്യുകയാണെങ്കിൽ ഈ ഫ്രീ പ്രൊഡക്റ്റ് അവർക്ക് കൊടുത്ത് ആ പൈസ നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഫ്രീ പ്രൊഡക്റ്റ് കൊടുത്ത് ആ പൈസ അവരുടെ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത്? ഈ പൈസ വേറൊരു കാര്യത്തിന് ഉപയോഗിക്കാതിരിക്കുക. ഈ 2500 രൂപയ്ക്ക് വീണ്ടും പർച്ചേസ് ചെയ്യുക. നിങ്ങൾക്ക് അടുത്ത 200 PBയിലേക്ക് മാറാൻ സാധിക്കുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? നിങ്ങൾ ഈ 100 PBയിലെ വൗച്ചർ കിട്ടുന്ന സമയത്ത് അതൊരു കസ്റ്റമറെ ക്രിയേഷൻ ചെയ്ത് അവർക്ക് കൊടുത്ത് ആ പൈസ ഉപയോഗിച്ച് വീണ്ടും നിങ്ങൾ മാജിക് കോർണറിന്റെ വലുപ്പം കൂട്ടാൻ ശ്രമിക്കുക. നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും മാജിക് കോർണർ ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ഉള്ളവരെ കുറച്ച് ആൾക്കാരൊക്കെ വീഡിയോ ഗ്രൂപ്പിലൊക്കെ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലെ മാജിക് കോർണറിന്റെ സ്റ്റോക്ക് കുറച്ചും കൂടെ കൂട്ടിയെടുക്കാൻ ശ്രമിക്കുക. പേസ്റ്റും സോപ്പിന്റെ എണ്ണം കൂട്ടാൻ ശ്രമിക്കുക. കാരണം കസ്റ്റമർ ഉണ്ടാവും. ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്. ഒരുപാട് സോപ്പും പേസ്റ്റും വാങ്ങിക്കുന്ന കസ്റ്റമർ ഉണ്ട്. വന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. വീട്ടിൽ വന്ന് എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട്. അതെല്ലാം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നില്ല ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു മാജിക് കോർണറിന്റെ വലുപ്പം കൂടി കൂടുതൽ വലുതായി എടുക്കാൻ ശ്രമിക്കുക. കുറച്ച് കഴിയുമ്പോൾ അതൊരു മിനി ഷോപ്പ് പോലെയാവും. അത് അതിൻ്റെ ഒരു 10-30 രൂപയുടെയൊക്കെ പ്രോഡക്റ്റുകൾ നിങ്ങളുടെ കൈവശം ഉണ്ടാവും, സ്റ്റോക്ക് ഉണ്ടാവും. ഈ 30,000 രൂപയുടെ സ്റ്റോക്ക് നിങ്ങളിൽ ഉണ്ടാവുമ്പോൾ അത്രയും കസ്റ്റമറൊക്കെ നമ്മളിൽ വന്ന് ചോദിക്കുന്ന സമയത്ത് ഈ ഒരു ഫ്രീ പ്രൊഡക്റ്റ് കൊണ്ടാണ് നിങ്ങൾ ഈ റൊട്ടേഷൻ ചെയ്യുന്നത്. ആ ക്യാഷ് നമ്മളിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. ഒരു ഐശ്വര്യം പോലെ എപ്പോഴും പൈസ കയ്യിലുണ്ടാവും. ദാരിദ്ര്യം ഉണ്ടാവില്ല, ബുദ്ധിമുട്ടുണ്ടാവില്ല, കഷ്ടപ്പാടുണ്ടാവില്ല. എപ്പോഴും പൈസ റോളിംഗ് ഉണ്ടാവും. ഈ ഫ്രീ പ്രൊഡക്റ്റ് കൊണ്ടാണ് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നും നമ്മളെ ഒരു സ്റ്റോക്ക് ഉണ്ടാവും, എന്നും സാധനം എടുത്തു കൊടുക്കാൻ സാധിക്കും, എന്നും നമ്മളെ പൈസ റൊട്ടേഷൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഒരു ബുദ്ധിമുട്ട് നമുക്ക് അവിടെ വരുന്നുണ്ടാവും. അത് ബിസിനസ് മൈൻഡിലുള്ള വ്യക്തിക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ബിസിനസ് മൈൻഡുള്ള വ്യക്തികൾക്ക് എപ്പോഴും ഒരു റിച്ച് മൈൻഡ് സെറ്റിലേക്ക് വരാൻ ശ്രമിക്കട്ടെ. റിച്ച് മൈൻഡ് സെറ്റിലേക്ക്. പല ആൾക്കാരും ഞാൻ സാധാരണക്കാരൻ എന്നുള്ള മൈൻഡ് സെറ്റിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടോ? ആ മൈൻഡ് സെറ്റ് മാറ്റി ബിസിനസ് മൈൻഡ് സെറ്റിലേക്ക് വരാം. എൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ എന്ന് ചിന്തിക്കാതെ അതിന് എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കും. പൈസ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പല ആൾക്കാർക്ക് ബിസിനസ് ചെയ്യാൻ പറ്റാതില്ലേ? ഇവിടെ പൈസ ഇല്ലാതല്ലേ നമ്മൾ ബിസിനസ് ചെയ്യുന്നത്? ഒരു പൈസ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതല്ലേ നമ്മൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഒരു റിച്ച് മൈൻഡ് സെറ്റുള്ള വ്യക്തി മാത്രമേ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കത്തുള്ളൂ. പുവർ മൈൻഡ് സെറ്റിൽ നിന്നും മാറി റിച്ച് മൈൻഡ് സെറ്റിലേക്ക് വരും. കാരണം ഞാനൊന്നും പൈസ ഇല്ലാതെ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്ന വ്യക്തി തന്നെയാണ്. നല്ല ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഒരുപാട് സ്ട്രഗിൾ വന്ന വ്യക്തിയാണ്. പക്ഷേ ഞാൻ എന്നും റിച്ച് മൈൻഡ് സെറ്റിലാണ്. അതുകൊണ്ടാണ് ബിസിനസ് വളർന്നു പോകുന്നത്. വലിയ ടീം ഉണ്ടായി വരുന്നത്. ഒരുപാട് ടീമിനെ ക്രിയേഷൻ ചെയ്യാൻ സാധിക്കും. ഒരുപാട് ലീഡേഴ്സിനെ ക്രിയേഷൻ ചെയ്യാൻ സാധിക്കും. എന്നും ബിസിനസ് മാത്രം ഫോക്കസാണ്, വേറെ ഒന്നും ചിന്തിക്കാറില്ല. വെസ്റ്റീജ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഉള്ളിൽ കിടക്കാണ്. അതുകൊണ്ടാണ് വലിയൊരു ഓർഗനൈസേഷൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത്. ഇതുപോലെ നിങ്ങളോട് സംസാരിക്കാൻ എന്തെങ്കിലും കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പുതുതായിട്ട് ഓരോ കാര്യങ്ങൾ മനസ്സിൽ വരുവാണ്. പറഞ്ഞ് മനസ്സിലാക്കി തരാൻ, നിങ്ങൾക്ക് അത് പഠിപ്പിച്ചു തരാൻ സാധിക്കുന്നത്. അതേപോലെ നിങ്ങളും പഠിക്കാൻ ശ്രമിക്കുക. പ്രസന്റേഷൻ ചെയ്യാൻ പഠിക്കുക. പ്ലാൻ പഠിക്കുക. നമ്മൾ ദിവസവും പറയുന്ന കാര്യം നിങ്ങൾ പ്ലാനിൽ എത്ര ആൾക്കാർ സ്ഥിരമായിട്ട് പ്രസന്റേഷനിലേക്ക് വരുന്നത്? പ്രസന്റേഷൻ പഠിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പഠിക്കുന്ന ആൾക്കാർ, പ്രസന്റേഷൻ പഠിക്കുന്ന വ്യക്തി ഞാൻ പറഞ്ഞെന്ന് വോയിസ് കേട്ട് പഠിക്കുന്ന ആൾക്കാർ ഞാൻ പറഞ്ഞത് തന്നെ പറയരുത് കേട്ടോ. അത് ഡ്യൂപ്ലിക്കേഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ആ ഒരു പ്രസന്റേഷനിൽ പഠിച്ചതിന് ശേഷം ഉള്ളിൽ നിന്നാണ് ഈ കാര്യം പുറത്തോട്ട് ഷെയർ ചെയ്യേണ്ടത്. മനസ്സിലാവും? നമ്മൾ പറഞ്ഞ അതേപോലെ തന്നെ ഷെയർ ചെയ്യണമെന്നില്ല. നിങ്ങൾ അതിൽ എന്താണോ മനസ്സിലാക്കിയത് അത് ഉള്ളിൽ നിന്ന് വരുമ്പോഴാണ് പുതുതായി വരുന്ന കേൾക്കുന്ന വ്യക്തികൾക്ക് ആ പ്രസന്റേഷൻ കേൾക്കാനൊരു സുഖം ഉണ്ടാവില്ല. ഒരിക്കലും വായിക്കുന്നത് പോലെ തോന്നാതിരിക്കുക. ബൈഹാർഡ് വെച്ച് പോലെ പറയാതിരിക്കുക. നമ്മളൊരു കാര്യം പാട്ട് പഠിക്കുന്ന പോലെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാർക്ക് അറിവ് ബോറായി തോന്നും. അപ്പൊ പ്രസന്റേഷൻ പഠിച്ചതിന് ശേഷം നിങ്ങൾ മനസ്സിലാക്കിയ നിങ്ങൾ ഉള്ളിലുള്ള സത്യസന്ധമായ കാര്യം ഉള്ളിൽ നിന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ, വിത്ത് എക്സ്പീരിയൻസ് വഴി ഷെയർ ചെയ്യുകയാണെങ്കിൽ കേൾക്കുന്ന വ്യക്തിക്ക് അട്രാക്ഷനായി തോന്നും. നമ്മളുടെ പ്രസന്റേഷൻ കേൾക്കാൻ ആൾക്കാർക്ക് കൂടുതൽ ഇത് വരുന്നുണ്ട്, ആകർഷണം വരുന്നുണ്ടാവും. അപ്പോൾ വരുന്ന ആൾക്കാർക്ക് ജോയിൻ ചെയ്യാൻ എളുപ്പമായി. ആ രീതിയിലാണ് നമ്മളെപ്പോഴും പ്രസന്റേഷൻ പറഞ്ഞത്. അല്ല ഇത് ബൈഹാർട്ട് ആക്കി വെച്ച് ഒരു പേപ്പറിൽ എഴുതി വെച്ച് അത് വായിക്കാനാക്കരുത്. പല ആൾക്കാരും ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മളത് വായിച്ച് പറയാതെ ആ കാര്യങ്ങൾ മനസ്സിലാക്കുക, പോയിന്റുകൾ എഴുതി വെക്കുക, ഇന്നതാണ് പറയുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത് നിങ്ങളുടേതായ എക്സ്പീരിയൻസിലേക്ക് അത് ഷെയർ ചെയ്യും.
അവിടെയാണ് കേൾക്കുന്നവർക്ക് മനസ്സിലാവുള്ളൂ. സത്യസന്ധമായ കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. ബൈഹാർഡ് ആക്കി കഴിഞ്ഞാൽ ആരോ പറഞ്ഞ കാര്യം നമ്മൾ അതുപോലെ പറയാം. ഓരോ കാര്യം നിങ്ങളിപ്പോൾ നാളെ ഒരു പ്രസന്റേഷൻ എന്തെങ്കിലും ഒരു ചെറിയ സെഷൻ ചെയ്യാൻ തയ്യാറായി വരിക, നിങ്ങൾ ഉപയോഗിച്ച പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിക്കുക. അടുത്ത CEP ഒരു ദിവസം എനിക്കൊരു ചെറിയ ഈ 2 പ്രൊഡക്റ്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റാണ്, ആ പ്രൊഡക്റ്റിനെ കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണം എന്ന് അതിനെക്കുറിച്ച് ആ പ്രൊഡക്റ്റിനെ കുറിച്ച് കണ്ടന്റുകളൊക്കെ എഴുതി വെക്കുക. അതിനകത്ത് എന്തൊക്കെ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് റിസൾട്ട് വരുന്നത് അത് മനസ്സിലാക്കുക. അതിനെക്കുറിച്ച് നിങ്ങളുടേതായ ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ കേൾക്കാനും നല്ല സുഖമാണ്. നിങ്ങൾ നല്ല പ്രസന്ററായി മാറുന്നുണ്ടാവും. അതിൻ്റെ യൂട്യൂബിൽ പോയി വീഡിയോ കണ്ട് അത് മുഴുവൻ അങ്ങ് എഴുതി വെച്ച് ആ യൂട്യൂബിൽ ആ ലേഡി എങ്ങനെയാണോ പറഞ്ഞത് അതുപോലെ അങ്ങ് പാട്ട് പാടുന്ന പോലെ പറയാതിരിക്കുക. അത് കേൾക്കുന്നവർക്ക് ബോറായി തോന്നും. കാരണം ആ യൂട്യൂബ് വീഡിയോ എല്ലാവരും കേൾക്കുന്നത്. അപ്പോൾ അവർക്കറിയാം ഇത് അത് തന്നെ സംഭവം എന്ന് അറിയുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഭാവനയിലല്ല വരുന്നത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ലീഡർഷിപ്പിലേക്ക് വരാൻ ഈ രീതിയിൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ 300 PV ക്ലബ്ബിൽ നിന്ന് നേരെ അങ്ങോട്ട് പോയത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളൊരു പ്രസന്റർ കൂടിയായി മാറിക്കൊണ്ട് അത് ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ നമ്മൾ മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു നല്ല ലീഡർഷിപ്പിലേക്ക് വരുന്ന സമയത്ത് പല ആൾക്കാരും നല്ല പ്രസന്ററായി മാറുന്ന സമയത്ത് ബിസിനസ്സിൽ ടേൺ ഓവറിന്റെ അളവ് കുറച്ച് കുറയുന്നുണ്ട്. കാരണം നമ്മുടെ ഫോക്കസ് ലീഡർഷിപ്പിലേക്ക് മാത്രം, ആൾക്കാർ എഡ്യൂക്കേഷനിലേക്ക് മാത്രം വീണ് വരണം. അങ്ങനെ ആ ബിസിനസ്സും കൂടെ നടക്കണം, ടേൺ ഓവർ വരണം, എന്നാലേ വരുമാനം ഉണ്ടാവുള്ളൂ. നമുക്ക് എപ്പോഴും ടേൺ ഓവർ ഉണ്ടാവണം. ടേൺ ഓവർ കൂടുന്ന സമയത്ത് PV കുറേ വന്നത് കൊണ്ട് വരുമാനം കൂടത്തില്ലല്ലേ. PV കുറേ വന്ന വരുമാനം കിട്ടത്തില്ലല്ലോ. നമ്മൾ അതിനനുസരിച്ച് സ്ട്രക്ചറുള്ള ടീം സെറ്റ് ചെയ്യണം. അതാണ് 6 ടീം. സ്ട്രക്ചറുള്ള ടീം എന്ന് പറഞ്ഞാൽ 6 ടീമാണ്. 6 ടീമിൽ നിങ്ങൾ കണ്ടിന്യൂ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 6 ടീമിൽ നിന്ന് ഈ മീറ്റിംഗ് സമയത്ത് പോലും ആൾക്കാരെല്ലാം മിസ് അടിച്ചുകൊണ്ടിരിക്കുക. മീറ്റിംഗ് കയറാൻ പറ്റിയില്ലെങ്കിൽ അവരുടെ ലീഡറെ വിളിച്ചാൽ പറഞ്ഞു എനിക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ധന്യ ഉണ്ടെങ്കിൽ ധന്യ അമ്മണി ചേച്ചിക്ക് ലിങ്ക് എന്തെങ്കിലും അയച്ചു കൊടുക്കും. കയറാൻ പറ്റാതെ എനിക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ധന്യ ഉണ്ടെങ്കിൽ അമ്മണി ചേച്ചിക്ക് ലിങ്ക് ഒന്നുകൂടെ അയച്ചു കൊടുക്കും. ലിങ്ക് മാത്രം കോപ്പി പേസ്റ്റ് ചെയ്ത് അയച്ചു കൊടുക്കട്ടോ. കയറാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് മിസ് കോൾ അടിച്ചുകൊണ്ടിരിക്കും. അതും ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് തന്നെ മിസ് കോൾ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ലിങ്ക് അയച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ധന്യ ഒന്ന് അയച്ചു കൊടുക്കട്ടോ അമ്മണി ചേച്ചിക്ക്. ഓക്കെ, ഇതില് നമ്മൾ കണ്ടിന്യൂ ആയിട്ടുള്ള ആക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് അത് പ്രസന്ററായി മാറുന്ന സമയത്ത് നമ്മുടെ കൂടെ വന്ന വ്യക്തിക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വളരെ സിമ്പിളായി. എപ്പോഴാണ് നമുക്ക് നല്ലൊരു പ്രസന്ററായി മാറാൻ പറ്റുകയെന്ന് വെച്ചാൽ നമ്മുടെ കൂടെയുള്ള വ്യക്തികൾക്ക് നമ്മൾ സംശയങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പഠിക്കുന്ന സമയത്താണ്. അവരുടെ സംശയങ്ങൾ ക്ലിയർ ആക്കി കൊടുക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ നല്ലൊരു പ്രസന്ററായി മാറുള്ളൂ. കാരണം നിങ്ങളോട് ഒരു വ്യക്തി ചോദിക്കുന്ന ഒരു ഡൗട്ട് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് അറിയത്തുണ്ടാവില്ല. ആ കാര്യം നിങ്ങൾക്ക് അറിയത്തുണ്ടാവില്ല. നിങ്ങൾ എൻ്റെ നമ്പർ കൊടുക്കും, സാറിനെ കോൺടാക്ട് ചെയ്ത്. കാരണം നിങ്ങൾക്ക് എളുപ്പമാണ്, പണിയില്ല, സമയം ലാഭമാണ്. ഇത് ഷാജി സാറിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാര്യം എളുപ്പത്തിൽ അദ്ദേഹം പറഞ്ഞു കൊടുക്കും. അദ്ദേഹത്തിന് നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എൻ്റെ പണി എളുപ്പമാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടോ. അങ്ങനെ ഒരുപാട് ആൾക്കാർ എൻ്റെ നമ്പർ കൊടുത്ത് എന്നെ കോൺടാക്ട് ചെയ്യാൻ പറയും. ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ചോദിച്ചാൽ പോലും നേരെ ഷാജി സാറിനൊക്കെ പോയിക്കാൻ പറയാം. കാരണം അത് അപ്ലിക്കേഷനിൽ പോയിട്ട് സെർച്ച് ചെയ്ത് വെച്ച് പ്രൈസ് പറഞ്ഞു കൊടുക്കാൻ മടിയുള്ളതുകൊണ്ടും മടിയന്മാരായതുകൊണ്ടും ഞാൻ ചോദിക്കാറുണ്ട്. ഇത് അയാളോട് ചോദിച്ചായിരുന്നു, ഷാജി സാറിനെ കോൺടാക്ട്, ഞാൻ അങ്ങനെ ചോദിക്കും, അയാളോട് ചോദിച്ചായിരുന്നോ? ഞാൻ ചോദിച്ചു. അപ്പോൾ സാറിനെ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ അവിടെ നോട്ട് ചെയ്ത് നോക്കും ഈ വ്യക്തിയെ. ഒരുപാട് ആൾക്കാർ പേര് ഞാൻ എഴുതിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ചോദിക്കും നിങ്ങൾ അയാളെ കോൺടാക്ട് ചെയ്തായിരുന്നു, അപ്ലൈനെ കോൺടാക്ട് ചെയ്ത് ഷാജി സാറിനെ കോൺടാക്ട് ചെയ്തത് പ്രൊഡക്റ്റിന്റെ പിക്ചറിന് വേണ്ടിയിട്ടാണ്, പ്രൈസിന് വേണ്ടി, വില ചോദിക്കാൻ വേണ്ടി. അപ്ലിക്കേഷനിൽ ആ പ്രൊഡക്റ്റ് പേര് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് കിട്ടും. മെയിൻ ടോപ്പ് ലീഡർമാരൊക്കെയാണ് മടിയായതുകൊണ്ട്, ഭയങ്കര കുഴി മടിയന്മാരാണ്. അങ്ങനെ ഞാൻ ചോദിക്കാൻ ഇന്നാളോട് ചോദിച്ചായിരുന്നോ? ഞാൻ ചോദിച്ചു, സാറിനോട് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നോ പ്രോബ്ലം. ഞാൻ അപ്പം തന്നെ ഞാൻ പ്രൈസ് എടുത്ത് പറഞ്ഞു കൊടുക്കാറുണ്ട്. ചില സമയത്ത് ഞാൻ പറയുമ്പോൾ അയാളെ വോയിസ് മെസ്സേജ് അയച്ചു, ഇത് ഷാജി സാറിനോട് ചോദിച്ചാൽ മതി, അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ സാറിനെ കോൺടാക്ട് ചെയ്യുന്നത്. നിങ്ങൾ ആരോടും അങ്ങനെ ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇനി മുതൽ ചെയ്യാതിരിക്കുക കേട്ടോ. നിങ്ങളുടെ ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ ചെയ്യാതിരിക്കുക. നിങ്ങളോട് ആരെങ്കിലും പ്രൊഡക്റ്റിന്റെ പ്രൈസ് ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്രാവശ്യം അതിന്റെ പ്രൈസ് അവർക്ക് പറഞ്ഞു കൊടുക്കുക. എന്ന് വെച്ചാൽ അത് എങ്ങനെയാണോ നിങ്ങളുടെ പ്രൈസ് നോക്കിയത് അതും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റിന്റെ പ്രൈസ് അറിയും, അതിനകത്ത് പിക്ചർ ഉണ്ടാവും, അതിന് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ ആ വ്യക്തി അത് പഠിക്കുന്ന ആൾ അവർ നമുക്കൊരു ഡബിൾ പണി തരത്തില്ല. ഇതിനുള്ള എങ്ങനെയാ ഇതൊക്കെ ചെക്ക് ചെയ്യുന്ന CEP സെഷൻ വരുന്നുണ്ട്. സുരേഷ് സാർ അതെല്ലാം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത CEP അത് വരുന്നുണ്ടോ? എങ്ങനെയാ നമുക്ക് ബോണസ് ചെക്ക് ചെയ്യാം. ഞാൻ എന്തുകൊണ്ടാണ് അതൊക്കെ പറയുന്നത്? കാരണം വെച്ചാൽ ബോണസ് ചെക്ക് ചെയ്യാൻ അറിയാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. നമുക്ക് വരുന്ന ബോണസ് വന്നോ നോക്കാൻ അറിയാത്ത ആൾക്കാരുണ്ടോ? PV ചെക്ക് ചെയ്യാൻ അറിയാത്ത ആൾക്കാരുണ്ടോ?
ID ക്രിയേഷൻ ചെയ്യാൻ ഇതേക്കുറിച്ച് സെഷൻ നമുക്ക് നാളെ ഒരു ശനിയാഴ്ചക്കുള്ളിൽ വരുന്നുണ്ടോ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനും നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ ചോദിച്ചെടുക്കും. നിങ്ങൾ ഒരു വ്യക്തി ഒരു സംശയം ചോദിച്ചു കഴിഞ്ഞാൽ അത് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചോദിച്ചിട്ട് നിങ്ങളുടേതായ വോയിസിൽ തിരിച്ച് ഉത്തരം കൊടുക്കുക. അല്ലെങ്കിൽ ഞാൻ അയച്ചിരുന്ന വോയിസ് അവർക്ക് ഷെയർ ചെയ്യാതിരിക്കുക. എളുപ്പത്തിൽ സിമെന്റിന്റെ ചട്ടി പാസ് ചെയ്യുന്ന പോലെ ആവാതെ കിട്ടിയ മെസ്സേജ് അതുപോലെ ഫോർവേഡ് ചെയ്യാതെ ആ വോയിസ് മിക്സ് കേട്ടി പഠിച്ച് നിങ്ങളുടേതായ വോയിസിൽ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് നിങ്ങളുടെ ലീഡർഷിപ്പിനെ അവർ അംഗീകരിക്കത്തുള്ളൂ. നിങ്ങളുടെ ലീഡർഷിപ്പിനെ അവർ അംഗീകരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ എന്തെങ്കിലും അറിയും എന്ന് തോന്നണമെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ വോയിസ് ഷെയർ ചെയ്യുക. എനിക്കിപ്പോഴും ചില സപ്ലിമെന്റ്സിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ വിനോദ് സാറിന് ചോദിക്കും. ഈ വിനോദ് സാറിന് അത് ഞാൻ കേട്ടതിന് ശേഷം ഞാൻ എൻ്റെ വോയിസിൽ പറഞ്ഞു. പിന്നെ മിക്ക കാര്യം ഞാൻ വിനോദ് സാറിന് കൺഫേം ആക്കുക. അവിടെ ഇത് മാത്രം കൊടുത്താൽ മതിയോ, ഇനി വേറെ ആഡ് ആക്കണോ? അപ്പോൾ വിനോദ് പറയും എൻ്റെ കൂടെ നോനി അല്ലെങ്കിൽ ഇതും കൂടെ ആഡ് ആക്കിക്കോ. ഞാൻ അതും കൂടെ എൻ്റെ വോയിസിലെ പറഞ്ഞു കൊടുക്കുക. ക്ലിയർ? അത് രീതിയിലായിരിക്കും നമ്മൾ ഇത് പഠിക്കേണ്ടത്. അപ്പോൾ ഒരു 10 പ്രാവശ്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് പിന്നെ ഓട്ടോമാറ്റിക് നമുക്ക് പറയാം. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ അപ്ലൈനോട് ചോദിക്കുക. ഇന്ന് തന്നെ ഈ CP കഴിഞ്ഞ ഉടനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ശേഷം അല്ല, അതിന് മുന്നേ ചോദിക്കുക. എങ്ങനെയാണ് പ്രൊഡക്റ്റിന്റെ പ്രൈസ് നോക്കുന്നത്, എങ്ങനെയാണ് പിക്ചർ അതിനകത്ത് കാണുന്നത്, എല്ലാ കാര്യങ്ങളും പറഞ്ഞു അപ്ലൈനോട് ചോദിക്കുക. അവരോട് തന്നെ ചോദിക്കട്ടെ, അവർ പറഞ്ഞു. അപ്ലൈൻ ആക്റ്റീവ് ആയിരിക്കണം കേട്ടോ. ബിസിനസ് ഇല്ലാതെ നിങ്ങൾ ജോയിൻ ചെയ്ത വ്യക്തി അപ്ലൈനായിട്ട് കൂട്ടുന്നുണ്ടോ, ജോയിൻ ചെയ്ത് കാണാൻ പോലും ഉണ്ടാവില്ല. അവർ നിങ്ങളോട് റെഗുലർ സംസാരിക്കുന്ന വ്യക്തിയാണോ, അവർ നിങ്ങൾ എന്തെങ്കിലും ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് വരുമാനം വാങ്ങിച്ചു തരാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ടീം സെറ്റ് ആക്കാൻ വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷൻ ചെയ്ത വ്യക്തിയാണെങ്കിൽ അത് ഈസി ആയിട്ട് നമുക്കത് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. എല്ലാവരും നിങ്ങളുടെ ഈ വന്നിരിക്കുന്ന എല്ലാ ആൾക്കാരും ഇതിൽ പല ആൾക്കാരും അപ്ലൈന് ഇതുവരെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരുപാട് ആൾക്കാരില്ലാത്ത ഐഡിയ ഈ ബിസിനസ് സൂം മീറ്റിംഗ് കൊണ്ടുവന്ന ബന്ധം മാത്രമേ ഉള്ളൂ. വേറൊരു ബന്ധമില്ലാത്ത ആൾക്കാരില്ലാത്ത ഒരുപാട് ആൾക്കാർ ഈ സൂം മീറ്റിങ്ങിൽ കൊണ്ടുവന്നതല്ലാതെ പിന്നെ അവരായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് അടിക്കാവോ, നോക്കട്ടെ. എനിക്കറിയാം, ഞാനിവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ സൂം മീറ്റിലേക്ക് കൊണ്ടുവന്ന് ആ 2 മണിന്റെ പ്ലാനിൽ കയറ്റിയ ബന്ധമല്ലാതെ പിന്നെ അവരെ കോണ്ടാക്ട് ചെയ്തിട്ടേ ഇല്ലാതെ ഒരുപാട് ആൾക്കാരുണ്ട്. ഉണ്ടോ? അടിച്ചു നോക്കിയേ ഉണ്ടോ? ആ വ്യക്തി ഇപ്പോഴും ബിസിനസ്സിലുണ്ട്, കൊണ്ടുവന്ന ബന്ധം മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ പോകുന്നത് ഇവരായിട്ട് ഒരു കണക്ഷൻ ഉണ്ടല്ലോ, അത് ഷാജി സാർ നോക്കിക്കോളും, നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാനായിട്ട് നേരിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാർ. ഇല്ലല്ല, ആരും ഇല്ലെന്ന് എനിക്കറിയാം. ഒരുപാട് ആൾക്കാരുണ്ടെന്നില്ല. ഞാൻ ഈ എൻ്റെ സ്ക്രീനിന്റെ മുന്നിൽ തന്നെ 5 പേരെ ഞാൻ അങ്ങനെ കാണുന്നു. ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെയുണ്ട്. കാരണം അപ്ലൈൻ ബിസിയാണ്, മുഴുവനായിട്ടും ബിസിയാണ്, ഭയങ്കര ബിസിയാണ്. നല്ല തിരക്കുള്ള അപ്ലൈൻ ഒരുപാടുണ്ട്. നിങ്ങൾ ഈ ബിസിനസ്സിൽ ഞാൻ പറയാണ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഈ വെസ്റ്റേജിന് കൊടുത്താൽ, ഏറ്റവും കൂടുതൽ മെയിൻ പ്രയോറിറ്റി വെസ്റ്റേജിന് കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ ഉള്ളിലേക്ക് വെസ്റ്റേജ് വരുവാണെങ്കിൽ, വെസ്റ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാമായി മാറുവാണെങ്കിൽ എത്ര വരുമാനം വാങ്ങിക്കാൻ പറ്റുന്നില്ല. വലിയൊരു ടീമിനെ ക്രിയേഷൻ ചെയ്യാൻ സാധിക്കും. ഇന്ന് വളരെ സിമ്പിൾ ആയിട്ടാണ് ആൾക്കാർ ബിസിനസ് ജോയിൻ ചെയ്ത് വരുന്നതും വിജയിക്കണം എന്ന് ആഗ്രഹിച്ച് വരുന്ന ആൾക്കാരും. ആവശ്യമില്ലാത്ത ഒരാളുടെ പുറകെയും പോവരുത് കേട്ടോ. കാരണം ഇന്നലെ ഞാൻ രാത്രി 9 മണിയുടെ സെഷൻ ചെയ്യുന്ന സമയത്ത് എന്നെ ഒരാൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് സംസാരിക്കാൻ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നു. ഇന്നലത്തെ സെഷൻ 9 മണിയുടെ സെഷൻ അത്ര എനർജി ഇല്ലാണ്ടായപ്പോൾ ആ വ്യക്തിയുടെ ഡിസ്റ്റർബൻസ് കാരണം വിളിച്ചുകൊണ്ടിരിക്കുക. ലിങ്ക് കിട്ടാൻ പറ്റാം, 9 മണിയിൽ ലിങ്കിൽ കയറാൻ പറ്റാത്തതുകൊണ്ട് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക. 9 മണിയുടെ സെഷൻ 9:35 വരെ ലിങ്ക് കിട്ടിയില്ല, എന്നെ മിസ് കോൾ ചെയ്യുക. അവർ അപ്ലൈന് വിളിച്ച് വെച്ചാൽ ലിങ്ക് ചോദിക്കാൻ പറ്റുന്നില്ല, എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക. ലാസ്റ്റ് സെഷൻ കഴിഞ്ഞ ഉടനെ ഞാൻ പറഞ്ഞു, എന്ത് പണിയാണ് കാണിച്ചത്, എന്നെ സംസാരിക്കാൻ സമ്മതിച്ചില്ലല്ലോ എന്ന്. അപ്പോൾ തന്നെ എനിക്ക് തിരിച്ചാൽ എനിക്ക് ബിസിനസ് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇഷ്ടപ്പെടാൻ എനിക്ക് ബിസിനസ് വേണ്ടെന്ന് പറഞ്ഞു. അവർ അപ്ലൈന് വിളിക്കാനോ അവരോട് ലിങ്ക് ചോദിക്കാനോ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ പോയാൽ ലിങ്ക് കിട്ടുമെന്ന് ചോദിച്ചിട്ടില്ല. അവർ എന്നെ വിളിച്ചുകൊണ്ടിരിക്കും. ഞാൻ അവരോട് നിങ്ങൾ എന്നാ സംസാരിക്കാൻ പോയി, എൻ്റെ കോൺസെൻട്രേഷൻ മുഴുവൻ കളഞ്ഞു, എനിക്ക് സംസാരിക്കാൻ സാധിച്ചിട്ടില്ല. ആ സെഷൻ അത്രയ്ക്കും മോശമായി പോയി, അല്ലെങ്കിൽ അതിനേക്കാളും ഭംഗിയായി സെഷൻ ചെയ്യാൻ പറ്റിയെന്ന്. എൻ്റെ കോൺസെൻട്രേഷൻ മുഴുവൻ നിങ്ങൾ ഫോൺ കട്ടാക്കാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുക. അവസാനം 35 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഡാറ്റ ഓഫാക്കി. പിന്നെ കോൾ വരില്ലല്ലോ. ഈ സെഷൻ കഴിഞ്ഞ ഉടനെ ഞാൻ വ്യക്തിക്ക് മെസ്സേജ് അയച്ചു, എന്തിനാ ഇത്രയും മെസ്സേജ്, ലിങ്ക് കയറാൻ പറ്റുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അത്രയും ഡിസ്റ്റർബൻസ് ചെയ്തു. ഞാൻ എന്ത് ബുദ്ധിമുട്ടായത്, എനിക്ക് ആ സെഷൻ ചെയ്ത് കൊളാക്കേണ്ടി വന്നുപോയി എന്ന് പറഞ്ഞപ്പോൾ പറയാം എന്നാൽ എനിക്ക് ബിസിനസ് വേണ്ടെന്ന് നിർത്തിപ്പോയി. ആ രാത്രി തന്നെ ബിസിനസ് സ്റ്റോപ്പ് ചെയ്തു. അവർക്ക് 6 അപ്ലൈൻ ഉണ്ടാവും, 6 അപ്ലൈൻ. ഒരു അപ്ലൈനെ പോലും വിളിക്കാനോ അല്ലെ ഗ്രൂപ്പിൽ പോയി ലിങ്ക് നോക്കാനോ അവർക്ക് സാധിച്ചു. വളരെ വിഷമമാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്യേണ്ടെന്ന് തന്നെ പറഞ്ഞു, ബിസിനസ് ചെയ്യേണ്ട, വിട്ടേക്കുന്ന പറഞ്ഞു. കാരണം അവരൊന്നും ഈ ബിസിനസ് വിജയിപ്പിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കത്തില്ല. കാരണം എന്തിനാ മിസ് കോൾ അടിച്ചതെന്ന് ചോദിച്ചതിന് വേണ്ടി ബിസിനസ് സ്റ്റോപ്പ് ചെയ്ത ആൾക്കാർ വരുന്നുണ്ട്. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി കിട്ടിയ അവസരത്തെ കളയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാർ.
എന്തെങ്കിലും പറഞ്ഞാൽ ആ വിഷമം കയറി പിടിച്ചിരിക്കുന്ന ആൾക്കാർ. അതിനും നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. നിങ്ങളുടെ കയ്യിൽ കിട്ടിയ ഈ ഒരു സുവർണ അവസരത്തെ ശരിക്കും യൂട്ടിലൈസ് ചെയ്യുക. ഞാൻ 300 PV ക്ലബിനെ കുറിച്ച് ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സർക്കിളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 300 PV സർക്കിളിനെ കുറിച്ച് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈനോട് ചോദിക്കുക. എല്ലാവരും എൻ്റെ അടുത്തേക്ക് വന്നാൽ എനിക്ക് സമയം കിട്ടുന്നില്ല. 300 PV സർക്കിൾ ക്രിയേഷൻ ചെയ്യുക. ഒരു 300 PV പുതിയ ജനറേഷൻ, അതെ, അവരുടെ ബിസിനസ് അല്ല എന്ന് തിരിച്ചറിവുള്ളതുകൊണ്ടാണ്. ഇത് എനിക്ക് വേണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈന് വേണ്ടോ അല്ല ബിസിനസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്. തിരിച്ചറിവുണ്ടെങ്കിൽ അപ്ലൈൻ പറയുന്ന കാര്യം വിഷമമായി തോന്നുന്നെങ്കിൽ അത് നിങ്ങൾക്ക് അനുഗ്രഹമായി തോന്നാൻ സാധിക്കുമെങ്കിൽ മാത്രമേ വിജയിക്കാൻ പറ്റൂ. ഞാൻ പല ആൾക്കാർക്കും പല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്ക് പേടിയാണ്, ഇവർ നിർത്തി പോകുന്നൊരു പേടിയാണ്. ചില പ്രസന്റേഷൻ ചെയ്ത് ഞാൻ മെസ്സേജ് അയക്കും. ഞാൻ ഒരു കാര്യം പറയുമ്പോൾ തിരുത്താൻ വേണ്ടിയിട്ടാണ് പ്രസന്റേഷൻ ചെയ്യുന്നത്, തിരുത്താൻ വേണ്ടിയിട്ടാണ്. ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ ഞാൻ പറയാം, ഇങ്ങനെ പറയാമെങ്കിൽ നിങ്ങളുടെ പ്രസന്റേഷൻ സൂപ്പറായി മാറും, നിങ്ങൾ അടിപൊളി പ്രസന്ററായി മാറും. സാറ് പറഞ്ഞോളൂ, എനിക്ക് കുഴപ്പമില്ല, ഞാൻ തെറ്റ് തിരുത്താൻ തയ്യാറാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ഇനി മുതൽ ഞാൻ സെഷൻ ചെയ്യത്തില്ല എന്ന് പറയാം. അങ്ങനെ പറയാം, അങ്ങനെ പറയുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാർ. അപ്പം ഞാൻ ഇങ്ങനെ കുറേ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്, ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആവും, സൂപ്പർ പ്രസന്റേഷൻ ആവും. അങ്ങനെ 3 പ്രാവശ്യം ചെയ്യുന്ന സമയത്ത് നിങ്ങളെ പ്രസന്റേഷൻ കേൾക്കുമ്പോൾ ആൾക്കാർ ലൈൻ നിൽക്കും, ആ ലെവലിലേക്ക് വരുന്നുണ്ടോ. അപ്പോൾ തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താനും അത് പറഞ്ഞ് മനസ്സിലാക്കി ഉൾക്കൊള്ളാനും തയ്യാറായി കഴിഞ്ഞാൽ വിജയിക്കും. എനിക്കും ഇഷ്ടമല്ല ആദ്യം. പണ്ടൊന്നും എന്നെ തെറ്റ് തിരുത്തും എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തതന്നെ ശരി, അയാൾക്ക് അറിയാൻ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട് ഒരുപാട്. അങ്ങനെയാണ് ഞാൻ ഇന്നിപ്പോൾ ഇങ്ങനെയൊക്കെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന ലെവലായി മാറിയിട്ടുണ്ട്. ഓക്കെ, തൽക്കാലം സമയമായി. ഇന്നത്തെ സെഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ ഇന്ന് എന്തുകൊണ്ടാണ് 78 പേര് വന്ന്, ഞാൻ എൻ്റെ സെഷൻ ആയതുകൊണ്ടാണ്? അല്ല അല്ല, അല്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എനിക്കങ്ങനെ വിഷമം ഉണ്ടാവും. കാരണം ഈ 98 പേര് ഇന്നലെ ഉണ്ടായിട്ട് ഇന്ന് 78 പേരെ 20 പേര് ഷാജി സാറിൻ്റെ സെഷൻ മോശമായതുകൊണ്ട് വരാതിരുന്നാണോ? അല്ലല്ലോ, ഉറങ്ങിപ്പോയതായിരിക്കുമല്ലേ. അങ്ങനെ അല്ലാതെ ഞാൻ വിശ്വസിക്കുന്നു. 78 പേരെ ഇന്ന് ഉണ്ടായിരുന്നുള്ളൂ, 98 പേരുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ വളരെ അഹങ്കാരം ഉണ്ടായി, അതുകൊണ്ടാണ് എനിക്കല്ല. ഇന്നലെ നമ്മുടെ ടീമിൽ 98 പേര് കണ്ടപ്പോൾ നമ്മുടെ ടീം 100, 110, 120 പേരുള്ള CP ആയി മാറുന്നുള്ള അഹങ്കരിച്ച് പോയതുകൊണ്ട് എനിക്കറിയത്തില്ല ഇന്ന് 78 പേരായിപ്പോയി. അല്ലെങ്കിൽ ഉറങ്ങിപ്പോയതായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ആവരുത്. പ്രൊമോഷൻ കുറഞ്ഞതുകൊണ്ടാണ്, വേറെ ഒന്നല്ല കേട്ടോ. ഉറങ്ങിപ്പോകാൻ പാടില്ല കേട്ടോ. ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മളെ രാവിലെ 6 മണിക്കല്ലേ നിങ്ങൾ എഴുന്നേക്കുന്നത്. എൻ്റെ അവസ്ഥ ആലോചിച്ചിട്ട് 3:50 എഴുന്നേറ്റിട്ട് പോലും എനിക്ക് ഓടിപ്പടച്ചിട്ടാണ് ഞാൻ ഈ സെഷൻ ചെയ്യുന്നത്. ഓടിപ്പടച്ചിട്ട് ഇന്ന് ഞാൻ എനിക്ക് 5 മിനിറ്റ് കൂടെ നേരത്തെ അലാറാക്കി ഓടി പിടക്കാതെ ചെയ്യാൻ പറ്റും. കാരണം കമ്പ്യൂട്ടറാണ്, ഇത് ഓണായി വരാൻ കുറച്ച് സമയം എടുക്കും. ഇതിങ്ങനെ കറങ്ങി കഴിഞ്ഞാൽ കുറച്ച് സമയം എടുത്തു കഴിഞ്ഞാൽ പിന്നെ 5 മിനിറ്റ് അങ്ങ് പോകും. ബഫർ ചെയ്ത് വരുമ്പോൾ 5 മിനിറ്റ് അധികമാവുകയാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് വീണ്ടും 3:45 അലാറാക്കി, 3:50 ആക്കിയ 5 മിനിറ്റ് എക്സ്ട്രാ കൊണ്ട് 3:50 പക്ഷെ പറ്റുന്നില്ല. എന്നിട്ട് ഞാൻ 3:45, 3:45 അലാറാക്കിയിട്ട് ഇന്ന് എനിക്ക് ഭംഗിയായിട്ട് ഇരിക്കാൻ സാധിച്ചു. രാവിലെ ഫ്രഷ് കുളിച്ച് കഴിഞ്ഞ ശേഷം മാത്രമേ ഞാൻ CP കയറത്തുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് കമ്പ്യൂട്ടറൊക്കെ ഓണാക്കി സെറ്റായി കറക്റ്റ് ടൈമിന് എനിക്കിന്ന് പ്ലേ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം അത്രത്തോളം ഞാൻ കമ്മിറ്റഡ് കാണിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് 6 മണിക്ക് എത്ര സുഖമായിട്ട് എഴുന്നേക്കാം നാട്ടിൽ. ഇനി അങ്ങോട്ട് തണുപ്പാണ്, ഇനി എഴുന്നേക്കുന്നതിന് കട്ട പോകുകയാണ് അല്ലെ. തണുപ്പായതുകൊണ്ട് നല്ല പുതച്ചുറങ്ങാൻ. അല്ലെങ്കിൽ ചില ആൾക്കാർ ഷാജി സാറിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പേരവിടെ ഓണാക്കി വെച്ചിട്ട് നല്ല സുഖമായിട്ട് ഉറങ്ങുന്ന ആൾക്കാർ ഇതിനകത്തുണ്ട്. സുഖമായിട്ട് ഇപ്പോഴും ഉറങ്ങുന്ന ആൾക്കാരുണ്ടാവും. എനിക്ക് റെക്കോർഡ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ ഡൗൺലൈൻ ചോദിച്ചാൽ എങ്ങനെ ഇരുന്ന സെഷൻ ചോദിച്ചാൽ മതി, ഞാൻ കേട്ടില്ല എന്ന് പറയും. അല്ലെങ്കിൽ പല ആൾക്കാർ അടുക്കളയിൽ തിരക്കിലായിരിക്കും. അത് അടുക്കള തിരക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ജോലിക്ക് പോകേണ്ട ആൾക്കാർ, ഭക്ഷണം കൊടുക്കേണ്ടതുണ്ടാവും, കുട്ടികളുടെ സ്കൂളിലോ മദ്രസയിലോ അയക്കേണ്ട ആൾക്കാരുണ്ടാവും. അവരൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അവിടെ ഇരുന്ന് കേൾക്കുവാണെങ്കിൽ നല്ലതാണ്. എനിവേ, സമയമായി. 300 PV സർക്കിളിനെ കുറിച്ച് മനസ്സിലായിട്ടുണ്ടോ വിശ്വസിക്കുന്നു. ഒരു റിക്വസ്റ്റും കൂടെ ഞാൻ പറയാണ്. ഈ രാവിലത്തെ മോർണിംഗ് CP എന്നെ കൊണ്ട് തന്നെ ഈ MC ചെയ്യിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ തന്നെയാണോ ഈ MC ചെയ്യേണ്ട ആള് എന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? രാവിലത്തെ മോർണിംഗ് CP ഒരു മാസത്തിൽ 30 ദിവസമുണ്ട്. നമ്മൾ 78ഓളം ആൾക്കാർ ഇതിനകത്തുണ്ട്. 30 ദിവസം ഇതിനകത്തുണ്ട്. ഒരു ദിവസം ഞാൻ MC ആവും രാവിലത്തെ മോർണിംഗ് CP. സാറിന് MC രാവിലത്തെ ചെയ്യേണ്ട, ആരെ ഇൻവൈറ്റ് ചെയ്യേണ്ട, നാളെ ആരാ ചെയ്യുന്നത്? ഒന്നുമില്ല. ചിലപ്പോൾ റെക്കോർഡ് സെഷൻ അയക്കാം. ആ റെക്കോർഡ് സെഷൻ്റെ അവസാനത്തെ ഭാഗം ആ സെഷനെ കുറിച്ച് ഒരു അഭിപ്രായം പറയാൻ ചെയ്തൂടെ? നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ടല്ലേ. അത് ചെയ്യൂ. ഈ സെഷന് കൂടെ എന്നെ കൊണ്ട് തന്നെ MC ചെയ്യിപ്പിക്കുന്നു, എല്ലാം എന്നെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും നിങ്ങൾ. അങ്ങനെ ചെയ്യിപ്പിക്കാതെ ഞാനും ഒരു MC ആയി വരാൻ ഉച്ചയ്ക്ക് 2 മണിക്ക് MC ലൈനാണ്. ഈ ഒരു ആഴ്ച വരെ MC ചെയ്യുന്ന ആൾക്കാർ ടോക്കൺ എടുത്ത് വെച്ചിരിക്കുക. അത്രയും ആൾക്കാരായി MC ചെയ്യാനും പ്രസന്റേഷൻ ചെയ്യാൻ. അപ്പോൾ നമ്മൾ രാവിലെ മോർണിംഗ് CP MC വരാൻ, പുതിയ MCയിലേക്ക് നിങ്ങൾ വരാനും
ഓരോ ചെറിയ ഭാഗങ്ങൾ 10 മിനിറ്റെങ്കിലും സെഷൻ ചെയ്യാൻ പഠിച്ച് ഏതെങ്കിലും നിങ്ങൾ ഉപയോഗിച്ച തുളസി ഡ്രോപ്സോ അല്ല ആമില് ഏതെങ്കിലും പ്രൊഡക്റ്റിനെ കുറിച്ച് അത് പഠിച്ച് മനസ്സിലാക്കി അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഗ്രൂപ്പിൽ വരുന്നെങ്കിൽ അത് എഴുതി വെച്ച് അത് 5 മിനിറ്റെങ്കിലും ആ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാനുള്ള ഒരു റോളുകൾ നിങ്ങൾ ഏറ്റെടുക്കുക. നിങ്ങളുടെ എക്സ്പീരിയൻസ് രാവിലെ ഷെയർ ചെയ്യുക. ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടാവും. നിങ്ങൾ അറിയപ്പെടുന്ന ഒരു ഓണ്ടർപ്രണറായി മാറുന്നുണ്ടാവും. നല്ലൊരു വരുമാനം വാങ്ങുന്ന വ്യക്തിയെ മാറുന്നുണ്ടാവും. കുറച്ച് കമ്മിറ്റഡ് ആവുക, പ്രയോറിറ്റി കൊടുക്കുക. ഒരുപാട് ആൾക്കാർ സീരിയസ് ആണ്, പക്ഷെ റിസൾട്ട് ഇല്ലാതെ വിഷമമുള്ള ആൾക്കാരൊക്കെ ഉണ്ടോ? ഞാൻ ഇന്നലെയൊക്കെ കുറേ ആൾക്കാർ സംസാരിച്ചു, ഇപ്പം എങ്ങനെയുണ്ട് ബിസിനസ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നല്ല മാറ്റമുണ്ട് സാറേ. ബിസിനസ് മാറ്റം ഇല്ലാത്ത ആൾക്കാർ ഒരു 5 ആളോട് ഞാൻ ഇന്നലെ സംസാരിച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് നല്ല മാറ്റമുണ്ട് ബിസിനസ്സിൽ. പക്ഷെ അതിന് 2-3 മാസം മുന്നേ അവർക്ക് ഒരു മാറ്റമില്ലാതെ എന്ത് ചെയ്യണമെന്ന് വെച്ച് വിഷമിച്ച ആൾക്കാരുണ്ട്. ഞാൻ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ 90 ഡേയ്സിൽ കണ്ടിന്യൂ ആക്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, റിസൾട്ട് ഇല്ലെങ്കിൽ പോലും നിങ്ങൾ കണ്ടിന്യൂ ആക്ഷൻ ചെയ്ത് 90 ഡേയ്സിന് ശേഷം നിങ്ങൾക്ക് വലിയ മാറ്റം വരും. 90 ദിവസം തുടർച്ചയായി ചെയ്ത് നിങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല, ഒരാൾ പോലും പ്ലാൻ കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ അടുത്ത 90 ദിവസത്തിന് നിങ്ങൾക്ക് ജോയിനിങ്ങിന്റെ സമയമായിരിക്കും. പല ആൾക്കാർക്കും അതിന്റെ റിസൾട്ട് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. പല ആൾക്കാർ ഒരാഴ്ച ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്ത് വന്നിട്ടില്ലെങ്കിൽ പരിപാടി സ്റ്റോപ്പാണ്. പിന്നെ വല്ലപ്പോഴും കൂടി വന്നിട്ട് വീണ്ടും തുടങ്ങും, വല്ലപ്പോഴും കൂടി വന്ന് വീണ്ടും തുടങ്ങും. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ ഞാൻ ഇന്ന് മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. വൈകുന്നേരം കുറച്ച് ആൾക്കാർക്ക് ഞാൻ മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ മാത്രം സെലക്ട് ചെയ്ത്. ഓക്കെ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഒരുപാട് സ്പെഷ്യൽ മീറ്റിംഗ് ചെയ്യുന്നുണ്ട്. കുറേ ലീഡേഴ്സിനൊക്കെ ഇരുത്തിയിട്ട് മീറ്റിംഗ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളെയൊക്കെ അതിൽ ഇരുത്തുന്നുണ്ടാവും. ഓക്കെ. തൽക്കാലം ഈ സെഷൻ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. MC ഞാൻ തന്നെയാണ്, സെഷൻ ഞാൻ തന്നെയാണ്, ക്ലോസിങ് ഞാൻ തന്നെ ഇന്ന് ചെയ്തത്. വേറെ ഒരു വഴിയില്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ ആവരുത്. ലീഡേഴ്സ് നിങ്ങളുടെ ടീമിലെ ആൾക്കാരെ കണ്ടെത്തി ഈ സെഷനിലേക്കൊക്കെ ചെയ്യാനുള്ള ചെറിയ റോളുകൾ ചെയ്യാൻ നിങ്ങളുടെ ടീമിലെ ലീഡേഴ്സിനെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് കൊണ്ടുവരട്ടെ. ഇത് ഞാൻ തന്നെ കൊണ്ടുവരണം ആക്കരുത്. നാളെ രാവിലെ മോർണിംഗ് സീപ്പിൽ ഒരു 10 മിനിറ്റ് എൻ്റെ ടീമിൽ ഒരാൾ സംസാരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യിപ്പിക്കണം കേട്ടോ. അല്ലാതെ ഒന്നുമില്ലാതെ വെറുതെ ആളെ പിടിച്ച് കയറ്റാനാക്കരുത്. പ്രിപ്പയർ ചെയ്ത് റെഡിയാണോ ഓക്കെ ആണോ നോക്കി എന്നെ അറിയിക്കുക. ഓക്കെ. താങ്ക് യു വെരി മച്ച്. വിഷ് യു വെൽത്ത്. നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു. നിങ്ങൾ ഈ 300 PVയിലേക്കും പുതിയ ജോയിനിങ്ങിലേക്കും ആൾക്കാർ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ. എല്ലാവരും അതിന് ശ്രമിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. വിഷ് യു വെൽ.